എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ എന്ന റോൾ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്? അച്ഛനെന്നുള്ള റോള് ആദ്യമായിട്ടാണ് ചെയ്യണത്. പിള്ളേര് വല്ലാണ്ടങ്ങ് വളർന്നു. വാഴ 2 ചെറിയൊരു സ്ക്രീനിൻ്റെ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ മഹാഭാഗ്യമാണത്. എന്തുകൊണ്ട് എൻ്റെ ക്യാരക്ടറിന് പേരില്ല എന്ന് ചോദിച്ചിരുന്നോ? എവിടെയോ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് വിശ്വംഭരന്ന്. ഇപ്പം ബിജുവേട്ടൻ്റെ എല്ലാ ഇന്റർവ്യൂവിലും ബിജുവേട്ടൻ പറയുന്നുണ്ട് വിഷുവിന് പടക്കം പൊട്ടിച്ച പുള്ളിയെ നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോ കണ്ടു. പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അറിയില്ലല്ലോ. ശരിക്കും സവിൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ ബിബിൻ ചേട്ടൻ്റെ അതുപോലെ എഡിറ്റർ കണ്ണൻ മോഹൻ്റെ ഇവരുടെ മുന്നേറെ ഒരു മാജിക്കാണ് സിനിമയുടെ അവസാനത്തെ ഔട്ട്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ 100% നിങ്ങൾ ഈ സ്നേഹം തരുന്നുണ്ടെങ്കിൽ 75% അത് അവർക്ക് മാത്രമാണ്. സവിനും അതുപോലെ തന്നെ വിപിൻ ദാസിനും ഈ പറഞ്ഞ എഡിറ്റർക്കും അതിൻ്റെ BGM അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. അതാണ് സിനിമ. നമുക്ക് ബാക്കി 25 ഭാഗം മാത്രം തന്നാൽ മതി എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കും കിട്ടും നാഷണൽ അവാർഡ്. നാവ് പൊന്നാവട്ടെ. അന്ന് കിട്ടുമ്പോൾ എന്നെ വിളിക്കണേ. വിളിക്കല്ല, ഞാൻ കാനഡയിലേക്ക് വരും. 200 കോടി അടിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ആക്കൂല. പ്രൊഡ്യൂസർമാർക്കില്ല, വിപിൻ ദാസിനില്ല, സബിനില്ല, ആർക്കും ഇല്ല എന്നുള്ള. എന്തിനു പറയണേ, ഇപ്പോൾ ആഷറും പിള്ളേരും ഇല്ലേ, ഒരു വാവ് സംഭവം അവർക്കില്ല. അവരൊരു കൂൾ മൈൻഡിൽ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴെങ്കിലും വിപിൻ ചേട്ടനോടോ അല്ലെങ്കിൽ സവിൻ ബ്രോടോ പോയി പറഞ്ഞിരുന്നോ എന്നെ കൊല്ലല്ലേ എന്ന്? 3 പാർട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ആലോചിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേനെ. ഈ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുക, റീല് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു റെക്കഗ്നിഷൻ കിട്ടിയ ഒരു സിനിമയാണ് വാഴ 2. അപ്പം ഇനിയും അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടും. ഇനിയിപ്പോൾ വാഴ 3 വരാൻ പോകുന്നതൊക്കെ മിക്കവാറും അങ്ങനെയുള്ള ടീമുകളായിരിക്കും. ബേസിൽ ജോസഫ് അതുപോലെ മിഥുൻ മാനുവൽ, ഈ 2 ഡയറക്ടേഴ്സിൻ്റെയും എല്ലാ സിനിമയിലും എപ്പോഴും ബിജുക്കുട്ടൻ എന്നൊരു വ്യക്തിക്ക് ഒരു റോള് എപ്പോഴും കാണും. ഞാൻ മിക്കവാറും പടങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവും. ചാൻസ് ഒക്കെ ചോദിക്കുന്ന 2-3 പേരിൽ പെട്ടതാണ് മിഥുൻ മാനുവലും ബേസിൽ ജിതിൻ. എനിക്കോട് ഗോതയിലൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഫോട്ടോ ഒട്ടിക്കണേ ചെയ്തത്. ബേസിലിന്റെ സിനിമയിൽ നല്ല നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതായിരിക്കും? കുഞ്ഞിരാമായണം അത്യാവശ്യം നല്ല സംഭവമായിരുന്നു. എനിക്ക് രണ്ടാമതൊരു ഹൈപ്പ് തന്ന സിനിമയാണ് കുഞ്ഞിരാമായണം. എന്ത് പ്രതികാരം ചെയ്യും? കല്യാണത്തിൽ പോയി ഹലാക്കിലെ തീറ്റ തിന്നണം, ഉടിപ്പിക്കണം. പഴയ ഗാനമേളക്കാരൻ തിരക്കി നടന്നൊരു ഡാൻസറിനെ എന്തുകൊണ്ട് സിനിമയിൽ ഇതുവരെ ആരും കണ്ടില്ല? ഗാനമേളക്കാർ തിരക്കി നടന്നൊരു ഡാൻസർ എന്ന് പറയാനായിട്ട് ഇനി മേലിൽ വന്ന് കുളമാക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ 20 വർഷം കൊണ്ട് സിനിമ എത്രത്തോളം മാറി, കോമഡികൾ എത്രത്തോളം മാറി? 20 വർഷം കൊണ്ട് കോമഡികളും സിനിമകളും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പണ്ടത്തെ സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ. കോമഡികളും അല്ല, ഡയറക്ഷൻ അല്ല, സ്ക്രിപ്റ്റ് അല്ല, എല്ലാം മാറി. കോമഡി മാത്രമല്ല, കോമഡിയും മൊത്തത്തിൽ സിനിമ മാറിയില്ലേ. ബിജുവേട്ടാ, വെൽക്കം ടു JS Fit. താങ്ക് യു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കുമോ? ഇങ്ങനെ ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കുള്ളൂ. എന്താ പറയണ, ഒരു സെൽഫി മൂഡ്. ഓക്കെ, അതാണ്. എന്താണ് വീഡിയോ കോള്. എന്തുണ്ട് പുതിയ വിശേഷം? പുതിയ വിശേഷം നമ്മളെ അറിയാലോ, നമ്മുടെ വാഴ 2 ആണ് വിശേഷം, ഏറ്റവും പുതിയ വിശേഷം. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പറയാനുള്ളത്, ഇന്നലെ അത് 200 കോടിയായി. അത് വലിയൊരു സന്തോഷം. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 200 കോടിയിലാണ് സിനിമ എത്തിയിരിക്കുന്നത്. അതെ, അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തെലുങ്കിലെ ട്രെയിലർ ലോഞ്ച്. അതെ, തെലുങ്കിൽ അത് ട്രെയിലറൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട്, തെലുങ്ക് വേർഷൻ്റെ. എന്ത് തോന്നുന്നുണ്ട്, മലയാളികൾ ഏറ്റെടുത്ത പോലെ തന്നെ തെലുങ്ക് ഓഡിയൻസും ഇതേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. കാരണം എല്ലാവരും മനുഷ്യരാണല്ലോ. ഇതിപ്പോൾ എല്ലാ കൾച്ചറിലും ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന സംഭവം തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ വിട്ട് നമുക്കിപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കാണുന്നൊരു സംഭവമല്ലല്ലോ ഇതെല്ലാം ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ കൂടുതൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും
പിന്നെ സിനിമയല്ലേ, നമുക്ക് അവിടെ റിലീസാകുമ്പോഴാണ് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ വിശ്വാസം അവിടെ നന്നായിട്ട് കണക്റ്റാവും. എല്ലാവരും ഇതേപോലെ തന്നെ ഒരു വിജയം അവിടെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം വാഴ 2ന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബിജുവേട്ടൻ്റെ എല്ലാ ഇന്റർവ്യൂവിലും ബിജുവേട്ടൻ പറയുന്നുണ്ട് വിഷുവിന് പടക്കം പൊട്ടിച്ച പുള്ളിയെ നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോ കണ്ടു, അവിടെ മീറ്റ് ചെയ്തു അല്ലേ? പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല പുള്ളിനെക്കുറിച്ച്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. കാരണം പുള്ളി എൻ്റെ വീട്ടിൽ വിഷുവിൻ്റെ ദിവസം നമ്മൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഞാനൊരാൾ വരുന്നുണ്ടെന്നും കൂടി പറഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ഇപ്പോഴും നമ്പറും ഇല്ല. എൻ്റെ നമ്പർ ചേട്ടൻ്റെ കയ്യിലും ഇല്ല, ചേട്ടൻ്റെ നമ്പർ എൻ്റെ കയ്യിലും ഇല്ല. വീട്ടിൽ സിനിമയൊക്കെ കണ്ടു വരുന്ന എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൂടി പോകുന്ന ആളുകളൊക്കെ മിക്കവാറും കയറും. പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ കയറാറുണ്ട്. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ പ്രത്യേകിച്ചും ഇതാണ് വീടെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഫോട്ടോ ഒക്കെ എടുക്കും, സംസാരിക്കും, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് അങ്ങനെ വരുന്ന ആളുകളായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഭയങ്കര സന്തോഷം, ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു പുള്ളി? അല്ല, പുള്ളിനെ കണ്ടപ്പോൾ പുള്ളി കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ മോഹൻ ജോസ് എന്ന് പറഞ്ഞാണല്ലേ, മറ്റേ കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കവും മണ്ണൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാനാണ് ഇങ്ങനെ അത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എന്തിനാണ് വന്നതെന്ന് അറിയില്ലല്ലോ. കാരണം കെട്ടിപ്പിടിക്കാനാണോ തല്ലാനാണോന്ന് അറിയില്ലല്ലോ. പക്ഷേ പുള്ളി എന്താണ്, നമ്മൾ നല്ല മനുഷ്യന്മാരെന്നൊക്കെ പറയൂലേ, പച്ചയായ മനുഷ്യന്ന് പറയില്ലേ, അങ്ങനത്തെ ആളുകളിൽ പെടുന്ന ഒരു നല്ല മനുഷ്യൻ. പുള്ളി സംസാരിച്ചപ്പം പറഞ്ഞോ സിനിമയിൽ വന്ന അതേ സീനുകൾ അല്ലെങ്കിൽ സിനിമയിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത്, എന്തെങ്കിലും പറഞ്ഞോ? പുള്ളി അങ്ങനെ ഈ ഫിലിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പുള്ളി വന്നത്. എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചു, ബാക്കി വന്ന കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചതാണെന്ന് പുള്ളി പറയണത്. ഈ മകൻ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയല്ല, പുള്ളിനെ വന്ന് ഉയർത്തുകയാണ് ചെയ്തത്. കാരണം പുള്ളി നല്ല വലുതാണല്ലോ. അപ്പം അത്രയും ഒരു ഇതിൽ വന്ന് അങ്ങനൊരു എന്താ പറയണത്, അങ്ങനൊരു സ്നേഹം ഞാൻ അവനിൽ നിന്ന് ഈ സിനിമ പോലെയൊക്കെ തന്നെ. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് സവിനെയും അതുപോലെ തന്നെ വിപിൻ ദാസിനെയാണ് ചോദിച്ചത്. കാരണം നമ്മളെല്ലാം എഴുതിയെന്ന് അവർക്കറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെ എഴുതിയെന്നുള്ളതാണ്. ഒരു റൈറ്ററിന്റെ വിജയമാണത്. വിപിൻ ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു, വോയിസ് വീണ്ടും വീണ്ടും കേട്ടപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ ശബ്ദമുണ്ടെന്നും, അപ്പോൾ അത്രയും അത് നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു റൈറ്ററിന്റെ കഴിവാണല്ലോ അത്. അയ്യോ, അത് ഞാനെപ്പോഴും ഇപ്പോഴാണ് നമ്മളൊക്കെ അറിയണത് വിപിൻ അങ്ങനെ ഒരു സംഭവത്തിലാണ് ഇത് കയറി കണക്ട് ചെയ്തെന്നുള്ളത്. കാരണം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് എനിക്കറിയില്ല അത് വിപിനും ഈ പറഞ്ഞിട്ട് സവിൻ്റെ ഒരു മാജിക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഓഡിയോ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഓഡിയോ ഇങ്ങനെ പുള്ളി അതിങ്ങനെ ശ്രവിച്ച് ഇങ്ങനെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അത് ആ കൊച്ചിൻ്റെ അച്ഛാ എന്ന് വിളിക്കുന്നതും ഓടിക്കോ എന്നൊക്കെ വിളിക്കുന്നതും അതിനകത്ത് എന്തോ ഒരു ട്രാജഡി ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഓഡിയോ കേട്ടിട്ട് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എന്തോരം ഡെഡിക്കേറ്റഡ് ആയിരിക്കും പുള്ളി. ഇപ്പം നമ്മൾ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അന്നേരത്തെ ഈ ഇൻ്റർവ്യൂ നമ്മുടെ വിപിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിപിൻ പറഞ്ഞപ്പോഴാണ്. കാരണം ഇങ്ങനെ ചെകഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ് ചെകഞ്ഞെടുത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതായത് കേരളത്തിൽ എല്ലാവരും വിഷുവിന് അല്ലെങ്കിൽ ദീപാവലിക്ക് സ്റ്റാറ്റസ് ആയിട്ടോണ്ടിരുന്നത്, അതായത് ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കോമഡി സീനിനെ ഒരു സിനിമ കൊണ്ട് വിപിൻ മാറ്റിക്കളഞ്ഞെന്നുള്ളതാണ്. അതെ 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 20 വർഷമായിട്ട് സിനിമയിലുണ്ട്. ആദ്യമായിട്ടാണ് ഒരു അച്ഛൻ റോള്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ എന്ന റോള് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്? അച്ഛൻ എന്നുള്ള റോള് ആദ്യമായിട്ടാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് മുന്നിൽ ഈ വാഴ ഫസ്റ്റിൽ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാർ അസീസായാലും നോബി ആയാലും നസീർക്ക ഒക്കെ ആയാലും ഇത് ചെയ്ത് കാണിച്ച് വെച്ചിട്ടുണ്ടല്ലോ, തകർത്ത് അഭിനയിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ വാഴയിലൊരു ചെറിയൊരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ, വാഴ 2 ചെറിയൊരു സ്ക്രീനിൻ്റെ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ മഹാഭാഗ്യമാണത്. ഞാൻ ഒരു പാരൻ്റാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എവിടെയോ ഒരു ചെറിയ സംഭവമായിരിക്കും എന്ന്. പിന്നെയാണ് എന്നോട് സബിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത്, ചേട്ടാ ഒരു പാരൻ്റാണ്, ഒരു മകൻ്റെ അച്ഛനായിട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പം നമ്മളവിടെ ഇരുന്നിട്ട് അയ്യോ
എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യം അങ്ങനെ ചെയ്തു നോക്കാം. അതെൻ്റെ പിന്നെന്താ നമുക്ക് ചെയ്യാമല്ലോ. അതായിരുന്നു നമുക്ക് പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളത് കാണിക്കരുതല്ലോ. കാരണം നമ്മുടെ തൊഴിൽ ഇതാണല്ലോ. അപ്പോൾ അവർ റെഡിയായിട്ട് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവരാണല്ലോ നമ്മുടെ അടുത്ത് നമ്മളെ സമീപിക്കുന്നതും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതും ആണ്. അപ്പോൾ നമ്മളതങ്ങ് ഏറ്റെടുക്കുക. ഒരു അഭിനയത്തിൻ്റെ പേടി അങ്ങനെയല്ലായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുന്നേ ഉള്ള വാഴയിൽ ചെയ്തു വച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാരാണ്. പിന്നെ ആ വാഴ ഫസ്റ്റ് അത്ര സക്സസ് ആണ്. അപ്പോൾ എല്ലാം കൂടി ഇതിന് എന്തെങ്കിലും ചെറിയൊരു ഒരാൾ പോലും താന്നു പോയി കഴിഞ്ഞാൽ അത് എന്തിനാണ് പുള്ളിനെ കൊണ്ടൊന്ന് ഇരുത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കരുതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ചോദിച്ചാൽ ആദ്യത്തെ വാഴക്കും പ്രശ്നവും ഇപ്പോൾ എടുക്കണ വാഴക്കും പ്രശ്നവും എന്നൊക്കെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അത് എന്തായാലും വേണമല്ലോ, ആ ഒരു പേടി നമുക്ക് വേണമല്ലോ. എനിക്ക് തോന്നുന്നു ആ ഒരു പേടി മനസ്സിൽ, ഞാൻ അവരെ അറിയിച്ചിട്ടില്ല, മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ പേടി. കാരണം ഇത്രയും വലിയൊരു അത് തന്നെയല്ല, വാഴ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല അതിന്. ദിവസങ്ങൾ കുറവായിരുന്നു. കാരണം സാധാരണ സിനിമയുടെ ഒക്കെ ദിവസങ്ങളുള്ളത്. ഇത് ചാർട്ട് ചെയ്തപ്പോൾ തന്നെ 120 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കില്ല ടോട്ടലി. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ദൈർഘ്യവും കാര്യങ്ങളും, അതുപോലെ തന്നെ ആ വലിപ്പം അറിയാമല്ലോ സിനിമയുടെ. അപ്പോൾ അത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റിനേലും അവർ ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടുള്ള സിനിമ തന്നെയാണ് ഈ സെക്കൻഡ്. അത് പറയാതെ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ നമ്മൾ ഒട്ടും തളർന്നു പോകരുത് എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു, ഒരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാരണം അവർക്ക് ബാധിക്കരുതല്ലോ അത്. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞോടെ നീ നമ്മളെ കടത്തി വെട്ടിയെന്ന്? കടത്തി വെട്ടിയെന്നല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആവശ്യം അതാണല്ലോ, ഇഷ്ടപ്പെടണമെന്നുള്ളതാണോ? അതെ. കുഴപ്പമില്ലട്ടാ എന്ന് പറഞ്ഞാലും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല എന്ന് പറയണം. കുഴപ്പമില്ല ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പക്ഷെ അതിലുപരിയായിട്ട് നന്നായിട്ടുണ്ട്, അടിപൊളി, അത് വേറൊന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും വലുതാണ് പ്രതികരണം അവിടെ നിന്ന് വരുന്നത്. അത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമ്മുടെ എനർജി അത് കൂട്ടിയിട്ടുണ്ട്, ഒരു പോസിറ്റീവ് എനർജി കൂട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ പേടിയും അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കണം. അല്ലെങ്കിൽ നമുക്ക് പേരുദോഷം മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും പേരുദോഷം ഉണ്ടാവും. മറ്റുള്ള നമ്മുടെ കൂട്ടുകാരന്മാർ ചെയ്തു വെച്ചാൽ അവർക്ക് പേരുദോഷം, ആ ഒരു പേടി ഉണ്ടായത് നന്നായി എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അസീസ് വിളിച്ച്, നമ്മുടെ നോബി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഒരു രക്ഷയിലാണ്, ഭയങ്കര രസമുണ്ട്, അത് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാണ്ടെന്നൊക്കെയല്ലേ നമ്മൾ അങ്ങനെ അത് മതിയായിരുന്നു നമുക്ക്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആ ഒരു സന്തോഷത്തിനാണല്ലോ ഇപ്പം കാണുന്ന ഓരോ ഇന്റർവ്യൂലും ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ തോന്നുന്നുണ്ട്. അത്രയും ഒരു പോസിറ്റിവിറ്റി, ആ ഒരു സന്തോഷം ഇപ്പോഴും ആ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതെ. അതെന്താ വെച്ചാൽ നമുക്ക് സിനിമ ഒരു വിജയമായിരിക്കും എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ നമ്മൾ ചെയ്തപ്പോഴും മറ്റുള്ളതൊക്കെ കാണുമ്പോഴും നമുക്കറിയാം. പക്ഷേ ഇപ്പം ഇന്നലെ ഇപ്പം ആദ്യം തുടക്കത്തിലേ പറഞ്ഞു വിട്ടു, ഇന്നലെ 200 കോടിയായി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം, അത്രയൊക്കെ ഉണ്ടാവുമെന്നുള്ളത്, അത്രയൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ എനിക്കൊക്കെ എന്താ പറയണത്, അത് സിനിമയിൽ വന്നിട്ട് ഇത്രയും വലിയത് എല്ലാവർക്കും അറിയാമല്ലോ. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്തോരം സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. അത് അവർക്ക് ഈ സിനിമയ്ക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർമാർക്ക് എത്ര കോടി അടിച്ചാലും നമുക്ക് സന്തോഷമാണ്. കാരണം അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടുണ്ട് അവർ. 200 കോടി എന്ന് പറഞ്ഞൊരു ചരിത്ര വിജയമാണല്ലോ. അതെ. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിനുള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ ഇത്രത്തോളം ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്? എന്നോട് തുടക്കത്തിൽ നമ്മൾ ഈ ഫസ്റ്റ് സിനിമ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം വാഴയിൽ സെക്കൻഡിൽ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള സംഭവം അത് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരച്ഛനാണ്. അപ്പം അച്ഛൻ മോൻ്റെ കൂട്ടുകാരെ സ്വന്തം കൂട്ടുകാരെ പോലെ, അച്ഛൻ്റെ കൂട്ടുകാരെ പോലെ കാണുന്നതാണ്, ഈ മോനെ കൂട്ടുകാരനെ പോലെ കാണുന്നതാണ്, അല്ലെങ്കിൽ മോൻ അച്ഛനെ അപ്പോൾ അങ്ങനെ ഒരു 4 പേർക്കുള്ള അച്ഛനാണ്. അതെ 4 പേർക്കും കൂടിയുള്ള അച്ഛനാണ്. അവർക്ക് അവരുടെ വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ
24 മണിക്കൂറും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ചില സമയത്ത് മാത്രമേ ചില അഡ്വൈസ് നമ്മൾ കൊടുക്കുള്ളൂ അച്ഛൻ്റെ ഭാഗത്തുനിന്ന്. ബാക്കിയെല്ലാം മിങ്കിൾ ചെയ്തിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് സബിൻ കഥ പറഞ്ഞത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നു. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഇമോഷണൽ പരിപാടിയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്താ കുഴപ്പമില്ല, കാരണം അവിടെ വെച്ച് നമ്മൾ അയ്യോ ഒന്നും പറയണ്ടല്ലോ, എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് വാഴ 2-ൽ അതൊരു ചെറിയ ഒരു സ്പേസ് ആണെങ്കിൽ പോലും നമ്മൾ അത് ഞാൻ നേരത്തെ ആലോചിച്ച കാര്യമാണ്, മനസ്സിലുണ്ടായെങ്കിലും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ തേടി വന്നു എന്നുള്ളതാണ്. ഇപ്പം ഡബിങ്ങിന് ശേഷം അല്ലെങ്കിൽ എഡിറ്റിംഗ് പൂർണ്ണമായതിനു ശേഷം ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നോ ചേട്ടൻ? ഇല്ല, പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നില്ല നമുക്ക്. തിയേറ്ററിലാണ് ശരിക്കും ഫസ്റ്റ് കാണുന്നത്. നമ്മളെല്ലാവരും കാണുന്ന പോലെ തിയേറ്ററിലാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഷോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ നമ്മുടെ എറണാകുളത്ത് പത്മേലി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനുണ്ടായിരുന്നില്ല. ഞാനും വൈഫും എൻ്റെ മക്കളൊക്കെ കൂടി ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലാണ് ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. ഫസ്റ്റ് ഷോ കാണാനായിട്ടൊരു ധൈര്യം ഉണ്ടായില്ല. തമാശക്കടി നമുക്ക് പോയി കാണാം, പക്ഷെ ഇതെങ്ങനെയാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് ഡബിങ് കഴിഞ്ഞ് കുറെ നാളിന് ശേഷമാണല്ലോ സിനിമ റിലീസ് ആവുന്നത്. അപ്പം ആട് 3 റിലീസായതിനു ശേഷമാണ് വാഴ 2 റിലീസ് ആവുന്നത്. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് പോയി സിനിമ കാണുന്നത്. പ്രേക്ഷകരുടെ കൂടെ ഫാമിലി ആയിട്ടാണ് ഫസ്റ്റ് പോയി കാണുകയാണ്, പ്രിവ്യൂവിന് കാണുന്നില്ല. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പെട്ടെന്ന് ഒരു സിനിമ കുറെ നാളിന് ശേഷം അഭിനയിച്ച് കുറെ നാളിന് ശേഷം കാണുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും അഭിനയിച്ചെല്ലാം മറന്നു. അപ്പോൾ അതിനുശേഷം സിനിമ കാണുമ്പം ഒരു പ്രേക്ഷകനായിട്ട് എന്തായിരുന്നു ആ തോന്നല്? ശരിക്കും നമുക്ക് പുതുമ തന്നെയായിരുന്നു ഒരു പ്രേക്ഷകൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചാക്കണ സാധനങ്ങൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യണ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. നമുക്ക് ഒരു സിനിമ അഭിനയിച്ചാൽ അറിയാം അത് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വാഴ 2 എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. കാരണം ഇതിൻ്റെ BGM അതുപോലെ തന്നെ ഷോട്ടുകൾ, എനിക്ക് തോന്നുന്നു പടക്കം പൊട്ടിക്കണത് തന്നെ കുറേ ഷോട്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മോന് ഓടി വരുന്നത്. നമ്മൾ കരുതുന്നത് നമ്മൾ അന്നേരത്തെ ചെയ്ത് പടക്കം പൊട്ടിക്കുന്നു, ഓടുന്നു, വീഴുന്നു, അടുത്ത ഇത് വെക്കുന്നു, മോന് ഓടി വരുന്നു. അപ്പോൾ ഇത് 2 ഷോട്ടായിട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത് പടക്കം. പക്ഷേ ഈ ഒരു ഷോട്ട് കാണിക്കണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് അതിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമ്മളെ അങ്ങ് എന്താണ് എൻഗേജ്ഡ് ആക്കിയാണ് സിനിമയിലേക്ക്. നമ്മളിരിക്കുന്ന സ്ഥലം പോലും മറന്നു പോവുകയാണ്. അങ്ങനെ പതിയെയാണ്. കാരണം ആ ഷോട്ട് 2 ഷോട്ടായിട്ട് സിനിമയിൽ അങ്ങനെയാണല്ലോ സാധാരണ സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് വേറെ ലെവലാണ്. എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അത് പൂർണ്ണമായിട്ടും കാണിച്ച് അതിൻ്റെ ആ പീക്കിലേക്ക് എത്തണതെന്ന് വെച്ചാൽ ഷോട്ട് ഇങ്ങനെ കാണിച്ചിട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പല ഷോട്ടുകൾ. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകനായിട്ട് തന്നെയാണ് നമുക്ക് സിനിമ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പിള്ളേരൊക്കെ ഓടി വരുമ്പോഴും അയ്യോ ഞാനും ഉണ്ടല്ലോ ഇതിനകത്ത് എന്ന്. അപ്പോൾ നമ്മൾ അത്രയും ഈ സിനിമയിലേക്ക് ഞങ്ങളെ എൻഗേജ്ഡ് ആയിപ്പോയി. പതിയെ അങ്ങടെ എല്ലാവരും. കാരണം ഈ ഇൻ്റർവെല്ലിന് മുമ്പൊക്കെ പിള്ളേർ കൈയടിച്ച് പേപ്പറൊക്കെ കീറി എറിഞ്ഞ് ആഷിറിനെ ഇവരെ 4 പേരും കാണുമ്പോഴും മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പരിചയമുള്ള അതൊരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പിന്നെയും സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും ഈ പറഞ്ഞിട്ട് തമാശകളും കാര്യങ്ങളും കൊണ്ട് അതിങ്ങനെ എന്താണ് പറയണത്, ഈ സ്ലോയിൽ ഇങ്ങനെ തിയേറ്റർ അങ്ങ് സൈലൻ്റായി. പിന്നെ ഒരു 25 മിനിറ്റ് തിയേറ്ററിൽ ആളുകളുണ്ടെന്ന് തന്നെ അറിയില്ല. നമ്മൾ അഭിനയിച്ചതിൻ്റെ പേരിൽ എന്നിട്ടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളും ഈ നേരത്തെ പറഞ്ഞുവിട്ട് ഈ ഒരു പ്രേക്ഷകനായിട്ടാണ് നമ്മളും പോയിരിക്കണത്. പക്ഷെ ചെന്നിരുന്നപ്പോഴും നമ്മൾ വണ്ടടിച്ചു പോയി. കാരണം ഇത് ഇങ്ങനെയാണല്ലോ ഈ അപ്പം മറ്റേ സാധനം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അതെവിടെ വരുമായിരിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നുമില്ല. അവരുടെ പ്ലേസ്മെൻറ്റും BGM അതിൻ്റെ എഡിറ്റിങ് സംവിധാനം ഒരു രക്ഷയില്ല. അത് നമ്മൾ ഇപ്പം വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം പോയി. ഞാൻ 2 പ്രാവശ്യം കണ്ട്. കാരണം നമ്മൾ തന്നെ അഭിനയിച്ച സിനിമയാണെങ്കിലും ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് വേറെ ഏതോ സിനിമയായിപ്പോയി. അതെ അതിനു മുമ്പ് നമ്മൾ ചെയ്താക്കണ പോർഷൻ മാത്രമേ നമ്മൾ ഡബ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചതെന്ന് വെച്ചാൽ അൽഫോൺസിൻ്റെ ആ ഒരു ഫുള്ള് എന്നെ കാണിച്ചു തന്നിരുന്നു. ചേട്ടൻ കണ്ടു നോക്കാം. അപ്പോൾ പുള്ളി ഡബ് ചെയ്യണേക്കുമ്പോൾ
അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് കാണിച്ചു തരാനുള്ള കാരണം ഞാനും അതിനകത്ത് 2 ഡയലോഗ് പറയുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 2-3 പോർഷനിൽ ഞാനും ഡയലോഗ് പറയുന്നുണ്ട്. അത് ഡബ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളിയെ കാണിച്ചെന്നത്. ആ സമയത്ത് ഈ മിർജിങ് പരിപാടിയൊന്നും ഇല്ല അതിനകത്ത്. പുള്ളി ഞങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പിന്നെ ഇതാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇതിങ്ങനെയല്ല ഞാൻ അവിടെ കണ്ടത്. എത്ര ഷോട്ടുകൾ വേറെ വരുന്നുണ്ട്. മറ്റേ യൂറിൻ പാസ് ചെയ്യണ പുര, മറ്റേ മൂത്രപ്പുര, പിന്നെ വേറെ എഴുതി വെച്ചാണ് സംഭവങ്ങൾ. ഇതെല്ലാം മിർജിയതല്ലേ കാണിക്കണത്. അപ്പം അത് വേറൊരു സിനിമ തിയേറ്ററിൽ വേറൊരു വിഷ്വലാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ട്. സിനിമ ടോട്ടലി കാണുമ്പോൾ അവർക്കൊരു പുതുമയായിരിക്കും, നമ്മൾക്കും പുതുമയായിരുന്നത് വെച്ച് നോക്കുമ്പോൾ. ശരിക്കും സവിൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ വിപിൻ ചേട്ടൻ്റെ അതുപോലെ എഡിറ്റർ കണ്ണൻ മോഹൻ്റെ ഇവരുടെ മുന്നേറെ ഒരു മാജിക്കാണ് സിനിമയുടെ അവസാനത്തെ ഔട്ട്. അത് തീർച്ചയായിട്ടും അയ്യോ ഒരു രക്ഷയില്ല. അത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുന്നവരെയും നമ്മളെ ഫോണിൽ വിളിക്കുന്നവരെയും നമ്മളെ ഫോട്ടോ എടുക്കുന്നവരെയും നമ്മളോട് ഒരുപാട് സംസാരിക്കുന്നവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം ഇതിൻ്റെ 100% നിങ്ങൾ ഈ സ്നേഹം തരണുണ്ടെങ്കിൽ 75% അത് അവർക്ക് മാത്രമാണ്. സവിനും അതുപോലെ തന്നെ വിപിൻ ദാസിനും ഈ പറഞ്ഞ എഡിറ്റർക്കും ഇതിൻ്റെ BGM അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതാണ് സിനിമ. നമുക്ക് ബാക്കി 25 ഭാഗം മാത്രം തന്നാൽ മതി എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമ റിലീസാവുന്നതിന് മുന്നേ ഞാൻ സവിൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ വീഡിയോയുടെ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പം എനിക്കിപ്പോഴും ഉണ്ട്, ഞാൻ ആരാന്ന് പോലും അറിയില്ല സവിൻ ചേട്ടന്. പക്ഷെ എന്നോട് വളരെ നല്ല ബ്രോ എനിക്ക് ടെൻഷനാണ് സിനിമ എന്താവും എന്നുള്ളത്. അതിൻ്റെ ഒരു 3 ദിവസത്തിന് ശേഷമാണ് സിനിമ റിലീസാവുന്നത്. സിനിമ 3 ദിവസത്തിനുള്ളിൽ റിലീസായി. പിന്നെ അടുത്ത ഞാൻ ഫോൺ വിളിക്കുമ്പോൾ സിനിമ 100 കോടിയിലെത്തി. അല്ല, അങ്ങനെ ഒരു വലിയൊരു സിനിമ എടുത്ത് ഇപ്പോൾ 200 കോടി അടിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ആക്കൂല. പ്രൊഡ്യൂസർമാർക്കില്ല, വിപിൻ ദാസിനില്ല, സവിനില്ല, ആർക്കും ഇല്ലെന്നുള്ള. എന്തിനു പറയണത്, ഇപ്പോൾ ആഷിറും പിള്ളേരും ഇല്ലേ, അവർക്കൊന്നും എന്താ പറയണത്, ഇത് നിസ്സാരമൊന്നുമല്ല. അവർക്ക് ഇപ്പോഴും അവർ തിയേറ്റർ വിസിറ്റിങ്ങിനും പോയി. അവർ ഇന്ന് വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു, ചേട്ടാ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒരു വാവ് സംഭവം അവർക്കില്ല. അവരൊരു കൂൾ മൈൻഡിൽ തന്നെയാണ്. ഇതൊക്കെ ഒരു എന്താ പറയണത്, ഒരു ഭാഗ്യമായിട്ടാണ് അവരും കാണുന്നത്. പിന്നെ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സവിനെ ഞാൻ ചേട്ടൻ സിനിമ കണ്ടാ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു സവിനെന്നും പറഞ്ഞ്, എന്താണ് ചേട്ടാ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും പറയാനില്ല, ഞാൻ കുറേ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ, ഓക്കെ അല്ലേ ചേട്ടാ അടിപൊളി, അതൊന്നുമില്ല. അങ്ങനത്തെ ഈ ഒരു അങ്ങനത്തെ യൂണിവേഴ്സലാണ് ടീമില്ല. അങ്ങനെ വാഴ 2 അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈമിലാണ് ആട് 3 അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും 2 ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഒന്നൊരു ഫുൾ ആൻഡ് ഫുൾ കോമഡി ലൈൻ, വേറൊന്നൊരു ഇമോഷണൽ ടച്ച് ഉള്ള സീൻ, വേറൊരു അപ്പിയറൻസ് ഉണ്ട്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നോ ശരിക്കും? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമുക്ക് ആടെന്തായാലും കളയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു ഈ പറയുന്ന പോലെ തന്നെ ഒരു സീൻ ആയിട്ട് വന്ന് രണ്ടാമത്തെ ആട് 2-ൽ എന്താ പറയുക ഫുള്ളുണ്ടായിരുന്നു. ആട് 3യും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ആദ്യം. പക്ഷെ അത് കളയാതെ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. കാരണം അത് ഇവരറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമാണത്. കാരണം നമ്മൾ മാത്രം മാനേജ് ചെയ്താൽ ചിലപ്പോൾ നടക്കൂല. അപ്പോൾ സവിൻ ആദ്യം എന്നോട് ചോദിച്ചത്, ചേട്ടാ ആടെങ്ങനെയാണ്, ആടിൻ്റെ ഡേറ്റ് ഇതും കൂടി ഇതാവും, നമ്മൾ ഏകദേശം ഒരേ സമയത്തൊക്കെയാണ് തുടങ്ങാൻ പോണത് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായത്. അത് ഞാനപ്പോൾ സവിനോട് പറഞ്ഞത്, സവിനെ എന്തായാലും ഈ പടം എനിക്ക് ചെയ്യണം, ഞാൻ അതിനും ഇതിനും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല ചേട്ടൻ അത് ചെയ്യണം ചേട്ടാ, അത് കളയരുത്, ഇതും കളയരുത് ചേട്ടൻ എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് ചെയ്തോളാം, ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്തോളാം, ഞാൻ ഓടി നടന്നോളാം എന്നൊക്കെ പറഞ്ഞ് സവിനോട്. അതങ്ങനെ ചെയ്യാട്ടാ എന്ന് പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ ഈ താടി, ഞാൻ പറഞ്ഞു താടി അവിടെയും വേണം, അവിടെ പാസ്റ്റും ഉണ്ട് പ്രസൻറ്റും ഉണ്ട്. ഈ പ്രസൻറ്റിൽ താടി വേണ്ട, പാസ്റ്റിലാണ് നമുക്ക് അവിടെ താടി വേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് നമുക്ക് ഒരൊറ്റ ഇതിൽ മാത്രമേ താടിയൊന്ന് ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അത് ഒറ്റ ഷോട്ടേ ഉള്ളൂ, ആ പടക്കം പൊട്ടിക്കണത്, അത് മാത്രം. അത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്നേ, സമാനപ്പെട് എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാനപ്പോൾ അവിടെ നിന്ന് പോന്ന്. നേരെ ഞാൻ നമ്മുടെ മിഥുൻ്റെ അടുത്ത് ചെന്ന് മിഥുനോട് ഞാൻ അത് കുഴപ്പമില്ല കേട്ടോ, അത് നടക്കുന്നേ. അപ്പോൾ ഈ രണ്ടുപേരുടെയും സഹകരണം ഭയങ്കരമായിരുന്നു. നമ്മൾ ചെന്ന് പറഞ്ഞ് അത്
പിന്നെ മിഥുനെ അറിയാം നമുക്ക്. മിഥുന് ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങൾ ചേട്ടൻ ചെയ്യണം, അങ്ങനെ വരും ചേട്ടാ, അങ്ങനെ വരും. നമ്മുടെ പടവയിലും ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ചേട്ടന് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരാളാണ് മിഥുനെ. അപ്പം ഞാൻ പറയാം അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയാണ്. അല്ല ആടുന്നു അല്ല, മിഥുൻ പറഞ്ഞ് അല്ല ഈ വാഴ എന്ന് പറയുമ്പോൾ ചേട്ടൻ അത് നല്ല സംഭവമായിരിക്കുള്ളൂ. ചേട്ടൻ പോയി നമുക്ക് ഇതിൻ്റെ പാസ്റ്റാണ് ആദ്യം വരുന്നത്. എൻ്റെ പാസ്റ്റ് ചെയ്യുമ്പോൾ താടി വേണം നമുക്ക്, കുതിരപ്പുറത്ത് വന്നതും അതും ഇതൊക്കെ ആയിട്ട് താടി വേണം. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ താടി വേണം. അപ്പോൾ അങ്ങനെ ആ രണ്ടും പോയി. അപ്പോൾ താടി ഇവിടത്തേം തീർത്ത് അവിടത്തേം തീർത്ത്. അതുപോലെ ഇവരുടെ സഹായം വളരെ വലുതായിരുന്നല്ലോ. കാര്യം ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഉള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നും നടക്കാതെ പോകുമല്ലോ. പോവും. അതാ എല്ലാം കൊണ്ടും ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഇവരൊക്കെ നമുക്ക് കൂട്ടുകാരായതുകൊണ്ട് മിഥുനോടൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പോയി ചെയ്തോ. അപ്പോൾ ഇവിടെ 2 ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇവർ തമ്മിൽ തന്നെയൊക്കെ വിളിച്ച് പറയും. പിന്നെ ഈ ആടിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ചില കോമ്പിനേഷൻ ഫുൾ വരും. എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചു, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ആ ചേട്ടൻ പോയി ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് ഇന്നത്തെ ഈ വാഴയില അനീഷ് നമ്മുടെ കൺട്രോളർ അനീഷ് പറയും ഞാൻ ഇവിടെ പറയാട്ടോ, അത് കുഴപ്പമില്ല, നാളെ മറ്റെന്തെങ്കിലും ചേട്ടൻ അവിടെ ചെയ്തോ, ഇവിടെ ഞങ്ങളൊന്ന് മാറ്റി വെച്ചോളാം. അപ്പോൾ ഭയങ്കര സഹകരണമായിരുന്നു വാഴയിലെ ടീം. മറ്റേ അത് മാറ്റി വെക്കാൻ പറ്റൂല ചിലപ്പോൾ. ഫുൾ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ഫുൾ കോമ്പിനേഷനൊക്കെ ഉള്ള സീനുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നേരത്തെ ആയിരിക്കും ഇവിടെ വാഴക്ക് തന്നാക്കണത്. അപ്പോൾ വാഴക്കാണല്ലോ നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വിളിച്ചു പറയുമെന്ന് പറയുമ്പോൾ അവർക്കറിയാലോ സിനിമയെ പറ്റി. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ അങ്ങോട്ട് ആടിലേക്ക് പോയിക്കോ, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു, ഞങ്ങളിവിടെ വേറെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. അങ്ങനെ നമ്മളിവിടെ ഭയങ്കരമായിട്ടുള്ള സഹകരണം കാണിച്ചാണ് നമ്മളെ സവിനും ഈ പറഞ്ഞ അനീഷ് കൺട്രോളർ ഒക്കെ നല്ല രീതിയിൽ രണ്ടും പൂർണ്ണമായി. അതെ കുറെ ഓടി നടന്നു. അത് മതി, അത് നമ്മൾ തയ്യാറാണല്ലോ ഓടി നടക്കാൻ. സിനിമയിലെ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, സ്കൂളിലെ ഫൈറ്റ് സീൻ, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നേരിട്ട് കണ്ടിരുന്നോ? ഇല്ല ആ സമയത്തില്ല. അതിൻ്റെ അത് നമ്മുടെ ആ ലവ് ട്രാക്ക് കാര്യങ്ങളും ഈ ഫൈറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, ആ സ്കൂളിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ തുടങ്ങുന്നത്. ഈ പാരൻ്റ് ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ആ ഫുള്ള് റഫായിട്ടുള്ള സാധനം സുധീഷിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഞാനും ചേട്ടാ ഇരിക്കട്ടെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ നമുക്ക് ഒരു റഫ് കട്ടിൽ തന്നെ ഈ സാധനം ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ കാണാത്ത ഒരു ഫൈറ്റാണോ, തല്ലാണോ, ഇടിയാണോ, സ്ട്രഗിളിങ് ആണോ, ഇതില്ലാത്തൊരു രീതിയിലേ ഒരു സ്കൂളിലൊക്കെ പിടിക്കുന്ന അത് അന്നേ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ തിയേറ്ററിലാണ് നമ്മൾ ഈ എഫക്റ്റോടെ കാണുന്നത്. അന്ന് ഒരു എഫക്റ്റും ഇല്ലാതെ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഇപ്പം തന്നെ അതിന്റെ മേക്കിംഗ് വീഡിയോസ് അതുപോലെ ഇവരുടെ ഫോട്ടോസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ റോ ആയിട്ടുള്ള ഫൈറ്റ് സീൻ ആയിരുന്നു എന്നുള്ളത്. അയ്യോ അതെ. എന്തുകൊണ്ട് എന്റെ ക്യാരക്ടറിന് പേരില്ല എന്ന് ചോദിച്ചിരുന്നോ സവിൻ ചേട്ടനോട് അല്ലെങ്കിൽ വിപിൻ ചേട്ടനോട്? ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടൊന്നും മുഷിപ്പിക്കണ പരിപാടിയില്ല. കാരണം അതൊന്നുമില്ല. കാരണം പേരില്ല, വിനായകന്റെ അച്ഛൻ എന്നല്ലേ ഉള്ളൂ, പേരില്ലല്ലോ ക്യാരക്ടറിന്. ഇല്ല എവിടെയോ ഒരു സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട് വിശ്വംഭരൻ. എവിടെയോ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബാക്കിയെല്ലാം വിനായകൻ്റെ ഡാഡ് എന്നാണ് എഴുതി വെച്ചേക്കണത്. വിനായകൻ്റെ അച്ഛൻ അങ്ങനെയാണ്. എവിടെയോ 1-2 സ്ഥലത്ത് വിശ്വംഭരൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാരും വിളിക്കണമില്ല, എന്നാരും വിളിക്കണമില്ല, നമ്മൾ പറയുന്നതുമില്ല. മനസ്സിൽ തോന്നിയോ ഒരു ബെഞ്ചിൽ വെച്ചൊരു സീൻ എടുക്കാൻ, ഒരു ചെറിയൊരു സീൻ എടുക്കാൻ വേണ്ടി എന്നെ ജോർജിയെ കൊണ്ടുപോകണോ, ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഒരു സെറ്റ് ഇട്ട് എടുക്കാമെന്ന്? അവരാദ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ ഇവർ ചെയ്യുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ വരാൻ റെഡിയാണ് കേട്ടോ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ചോദിച്ച് നമുക്കപ്പോൾ 3 ഷോട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഒരു ജോർജിയ അല്ലെങ്കിൽ UK ഒരു വലിയൊരു പ്രതലമൊന്നും കാണിക്കണമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നുമില്ല. പക്ഷേ അവർക്ക് ഞാൻ ചോദിച്ചപ്പോൾ അത് അവിടെ വന്ന് തന്നെ ചെയ്യണോ? അവിടെ വന്ന് തന്നെ ചെയ്യണം ചേട്ടാ. അപ്പോൾ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് അത് വേണം. ഒരു ബെഞ്ചേ ഉള്ളൂ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു വാളേ ഉള്ളൂ ഹോസ്പിറ്റലിലാണ്. പക്ഷെ നമുക്കതിവിടെ ഒന്നും മറ്റേ പുകയൊക്കെ ഇട്ടാൽ കിട്ടാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ. നല്ല തണവുള്ള സമയത്ത് അവിടെ തന്നെ നമുക്ക് ആ ഫീല് കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്ത്. പിന്നെ
ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്, ഈ 3 ഷോട്ടിലല്ലാതെ വേറൊരു 4ാമത് ഷോട്ട് എടുത്തിട്ടില്ല എന്നുള്ളത്. അതാണ് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും അത്രയും തണവത്ത് 3-4 ദിവസം അവിടെ പോയിരുന്നിട്ട് വേണമെങ്കിൽ 2-3 ഷോട്ടൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്, കാരണം ഇത് മതി എന്നുള്ളതാണ്. അപ്പം ഞാനപ്പോൾ അവിടെ റൂമിൽ 2 ദിവസം ഇരുന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ്, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ വേണമെങ്കിൽ അവിടെ വന്നിരിക്കാം, എന്തെങ്കിലും എടുക്കണമെന്നുണ്ട്. ഒന്നും വേണ്ട കേട്ടോ, ചേട്ടൻ അവിടെ ഇരുന്നോ, ചേട്ടൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു പറഞ്ഞൊരു കാറും ഒരു ഡ്രൈവറെയൊക്കെ തന്ന് ഞാൻ അവിടെ കിടന്ന് കറങ്ങി. എന്നിട്ട് ഞാൻ ജോർജിയ ഒന്ന് കറങ്ങി. അല്ല, എന്നാലും ഞാൻ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും വലുതായിട്ട് പോയില്ല, കാരണം എങ്ങാനും വിളിച്ചാലോ എന്നുള്ള ഇതിൽ. അപ്പം നമ്മൾ ആ പരിധിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴെങ്കിലും വിപിൻ ചേട്ടനോടോ അല്ലെങ്കിൽ സവിൻ ബ്രോടോ പോയി പറഞ്ഞിരുന്നോ എന്നെ കൊല്ലല്ലേ എന്ന്? ഇല്ല, കാരണം എന്താണെന്നറിയാമോ, അന്നേരത്ത് 3 പാർട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ആലോചിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. റിലീസായതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് തുടങ്ങണേക്ക് മുമ്പ് 2 തുടങ്ങണേക്ക് മുമ്പ് 3 കൂടി ഉണ്ടാവുമെന്ന് പറയുമെങ്കിൽ ഞാൻ എന്നെ കൊല്ലാതിരുന്നാലോ? അതെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേനെ. വിനായകന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ചേട്ടന്റെ കൂടെ നിൽക്കുന്നത്. 1.2 മില്യൺ കിട്ടിയൊരു പോസ്റ്റാണത്. അതിൻ്റെ ഒരു കമന്റ് സെക്ഷൻ പോയി ഞാനൊന്ന് വായിച്ചായിരുന്നു കേട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് വിഷമമാവും, അത്രത്തോളം ഉണ്ട് സ്നേഹം ആ 2 ക്യാരക്ടേഴ്സിനും ആ കമന്റ് സെക്ഷനിൽ. അല്ല, എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിക്ചർ തന്നെ കാണുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോഴും ആ പിക്ചറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയൊക്കെ ഉള്ളതേ, അതും കൂടിയാണല്ലോ ഇടുന്നത് ആളുകൾ. അപ്പോൾ അത് വരയ്ക്കണതൊക്കെ ഡ്രോയിങ്ങൊക്കെ കുറേ വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ 2 അച്ഛനും നമ്മൾക്ക് കാണുമ്പോഴേ നമ്മൾ സിനിമ കണ്ടപ്പോൾ ഇവർ 2 പേരല്ലേ നമ്മൾ കണ്ടത്, കാരണം നമ്മൾ ചെയ്തതാണെന്ന് അത് തോന്നാത്ത രീതിയിൽ. അത് തന്നെ, അതെ, കറക്റ്റ്. അത് നമുക്കും അത് ഇപ്പോൾ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, നമ്മൾ അഭിനയിച്ചാണെങ്കിൽ പോലും. പിന്നെ എന്താ പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിലുള്ളൊരു സാമ്യം, പിന്നെ കെട്ടിപ്പിടിച്ചുള്ള ഇരിക്കണം. പിന്നെ ഫോട്ടോ കാണുമ്പോഴും നമുക്കൊരു സങ്കടം വരുന്ന രീതിയിൽ സ്റ്റില്ലാണെങ്കിൽ പോലും നമുക്ക് തന്നെ തോന്നേണ്ട ഒരു ചെറിയൊരു അച്ഛനും മോനും ഉള്ള സാമ്യതയും പിന്നെ സിനിമ കണ്ടപ്പോൾ ഒരു കണക്റ്റ് ആക്കണ കാര്യങ്ങളും അപ്പോൾ നമ്മളിലും കൂടുതൽ എന്തായാലും ജനങ്ങൾക്ക് തോന്നുമല്ലോ. അപ്പോൾ സിനിമയിൽ ചേട്ടൻ്റെ 2 എടുത്തു പറയുന്ന സീനുകളിൽ ഒന്ന് എയർപോർട്ടിൽ ഹഗ് ചെയ്യുന്ന സീനും അവസാനത്തെ ക്ലൈമാക്സിലെ ബെഞ്ചിലും അടിയിലും കിടത്തുന്ന സീനും. അപ്പം ഈ 2 സീനിലും വിപിൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ സവിൻ ചേട്ടൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു, നറേറ്റീവ് എന്തായിരുന്നു? അല്ല, അത് ഇവർ ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മളെ ഈ ഒരു ഭയാനകമായിട്ടുള്ളൊരു നറേറ്റീവ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ചേട്ടാ അന്ന് വിപിൻ അങ്ങനെ വരില്ലല്ലോ. ഞാൻ ഒരു പ്രാവശ്യമായിട്ട് ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളൂ വിപിന, ഞാനുള്ളപ്പോൾ. അങ്ങനെ വിപിൻ വരാറില്ല. വിപിൻ എഴുത്തും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് റൂമിലിരുന്നുകൊണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാനും സുധീഷുള്ളപ്പോൾ. അല്ലാതെ സവിനായിരിക്കും. സവിൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് മറ്റതാണ്, ഇതിനകത്ത് കുറച്ച് കണ്ണ് നിറഞ്ഞ് അതാണ് ഇത്. ഒന്നുമില്ല ചേട്ടാ, നമ്മുടെ പിള്ളേർ ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ ഓരോരുത്തരായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണക്ഷനൊക്കെ വിട്ടുപോയി. ഇനി ആഷിർ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ, നമ്മുടെ സ്വന്തം മോനും പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നൊരു കൂട്ടായ്മയും അതൊക്കെ ഇനി ഇല്ലല്ലോ, അവരങ്ങനെ പോകുകയല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ ഉള്ളൂ. വലിയ ഭയാനകമായിട്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തരേണ്ട, അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ നമുക്കങ്ങനെ ഒരു വലിയൊരു റിസ്ക്കായിട്ട് ദൈവമേ എന്നൊക്കെ ഒരു സംഭവമേ ഇല്ല. ശരി, ഓക്കെ, എന്നാൽ ശരി എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സംസാരിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെയൊക്കെ തന്നെ. അതിനകത്ത് വേറെ കാര്യങ്ങൾ മൈക്കിൽ വിളിച്ചു പറയേ അങ്ങനെ ചേട്ടാ അങ്ങനെ അതൊന്നുമില്ല. സിമ്പിളായിട്ട് നമ്മളെ മാറ്റിയെടുത്തിട്ട് ഇതാണ്ടാ സംഭവം ചേട്ടാ എന്ന് പറയും. റിഹേഴ്സലൊക്കെ മതി ചേട്ടാ, അല്ലെങ്കിൽ അവിടെ ഒന്നിങ്ങനെ തിരിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കണ്ണു നിറയുന്ന പോലെ കാണിച്ചോ, അപ്പോൾ അതും കൂടി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എടുക്കുക, ഓക്കെ ഏട്ടാ എന്ന് പറയും. ഒരു മഹാസംഭവമായിട്ട് വലുതായിട്ട് ഇതാണ് സിനിമയിലെ വേറൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. നമ്മളെ പേടിപ്പിച്ചില്ല? ഇല്ലില്ല, ഒന്നുമില്ല. അതിപ്പോൾ സവിനായാലും ആരായാലും വിപിനായാലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. 4 പേരുടെ അച്ഛനായിരുന്നു ശരിക്കും. അതെ 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 അതെ. ശരിക്കും സീനിൽ ഹഗ് ചെയ്യുന്ന വിനായകനെയാണ്.
പറഞ്ഞിരുന്നോ എനിക്ക് ബാക്കി രണ്ടുപേരും ഇവിടെ നിപ്പുണ്ട്, അതായത് ഹാഷിറും അതുപോലെ തന്നെ അലനും നിപ്പുണ്ട്, അവരെയും കൂടെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞിരുന്നോ? കാര്യം 4 പേരുടെ അച്ഛനായിരുന്നല്ലോ ആ സിനിമയില്. ഈ മക്കളെ എന്ന് പറയുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ കരുതി എല്ലാവരും കൂടിയും കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ മക്കളെ എന്ന് പറഞ്ഞാൽ. ഈ മോനെ എന്നല്ലേ പറയുള്ളൂ, മക്കളെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ കുഴപ്പമില്ല, ചേട്ടൻ അത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുധീഷിനോട് പറഞ്ഞാക്കണ വേറൊരു കാര്യമാണ്, കെട്ടിപ്പിടിക്കാത്തൊരു സംഭവമാണ് പറഞ്ഞാക്കണത്. അപ്പം ഞാൻ കരുതി എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കും, സുധീഷിനെയും കെട്ടിപ്പിടിക്കും, അങ്ങനൊരു പോകലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ മക്കളെന്ന് പറഞ്ഞാക്കണത്. മക്കളെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞു അത് കുഴപ്പമില്ല കേട്ടോ, മക്കളെ മോനെ എല്ലാവരും ഉണ്ടല്ലോ, മക്കളെന്ന് വിളിക്കുക, അതാണ് മക്കളെന്ന് വിളിച്ചാക്കണം. അപ്പോൾ എല്ലാവരും കൂടി കെട്ടിപ്പിടിക്കുമെന്നാണ് കരുതിയത്. അപ്പോൾ ഈ പറഞ്ഞിട്ട് സുധീഷിൻ്റെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാത്ത ഒരാളാണല്ലോ, അത് കിട്ടണമല്ലവർക്ക്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും പറ്റൂല, കാരണം സ്വന്തം അച്ഛൻ വേറെ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സുധീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേരെന്നെ വിളിക്കുമ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവിടെ സ്നേഹം കിട്ടുന്നുണ്ട്, പിന്നെ ജനങ്ങൾക്ക് ഭയങ്കര കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ വേറൊരു സ്ഥലത്ത് സുധീഷിൻ്റെ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നോക്കുന്ന കാര്യങ്ങളും. പോയിട്ട് സമയം കളയണ്ട, പെട്ടെന്ന് പോകും. ഓരോ അതിനകത്ത് 2 തലത്തിലുള്ള അച്ഛന്മാരെയാണല്ലോ ഒരു സീനിൽ കാണിച്ചു തന്നത്. അപ്പം അത് എന്ന് പറഞ്ഞാൽ എന്നേലും കൂടുതൽ സ്നേഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് പുറത്ത് കാണിക്കാൻ അറിയാൻ പാടില്ല. മോനും അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. അലൻ ഇങ്ങനെ കാണിച്ചിട്ട് ശരി എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്കത് അങ്ങനെ ഉണ്ടല്ലോ അച്ഛന്മാരും മക്കളൊക്കെ. അല്ല, അത്രത്തോളം മനുഷ്യനെ മനസ്സിലാക്കി എന്നുള്ളതാണ് വിപിൻ എന്ന് പറയുന്ന റൈറ്റർ. അതെ, അതാണ് പറയേണ്ടത്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്രത്തോളം വലിയ കാര്യമായിട്ട് തോന്നാഞ്ഞൊരു സീൻ പെട്ടെന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും അതിനെപ്പറ്റി യാതൊരു ഡീറ്റെയിലിംഗ് തന്നിട്ടില്ല, പക്ഷെ തിയേറ്ററിൽ വന്നപ്പോൾ അത് പെട്ടെന്ന് കണ്ടു, അങ്ങനെ തോന്നുന്നൊരു സീൻ ഏതായിരിക്കും? അതെനിക്ക് തോന്നുന്നു ഈ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു മകനോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന സാധനമായിരിക്കും. അതില്ലെന്നാണ് കരുതുകൻ. കാരണം അത് ഈ സ്ഥലത്തേക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റ് വരണുള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. അതെവിടെ ഇല്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കൂടുതൽ സിനിമയുടെ എൻഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം പിന്നെ ഞാൻ ആ സാധനം വർക്കൗട്ടായില്ല എന്നൊക്കെ കരുതിയേക്കണം. പക്ഷെ അത് ഒരു പീക്ക് ടൈമിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് അത്രത്തോളം ഒരു ഇമോഷണലി നമ്മളെ ടയേർഡാക്കി. അത് അത്രയും എനിക്ക് അതാണ് പറഞ്ഞാൽ ഈ എഡിറ്റിങ്ങും ഈ BGM ഒക്കെ ഉള്ളൊരു പ്രസക്തി മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യവും ഇപ്പോൾ ഇത് എടുത്ത് പറയുന്ന കാര്യമാണ്. മക്കളെ ഒന്ന് ഇപ്പോൾ ലെറ്ററൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തൊക്കെ ഉണ്ട്, മക്കളെ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ ഈസി ലെവലിൽ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ അത്രയും ഇമ്പാക്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ ഈസി ലെവലിൽ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ സാധാരണ ലെവലിൽ അങ്ങോട്ട് പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഹ്യൂമർ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ആ ഹ്യൂമറിൽ നിൽക്കുമെന്നാണ്. ഏത് അച്ചാർ കൊടുത്തിട്ട് അച്ചാറും കുപ്പി തിരിച്ചു തരുന്ന അതായിരിക്കും ഇതിലെ മെയിൻ സാധനമെന്ന് കരുതി. അപ്പോൾ അത് ഒരു ഹ്യൂമറിൽ ആ സീൻ കൊണ്ടുവന്ന് എത്തിക്കുന്ന സാധനം തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ. പക്ഷെ ഞങ്ങളൊക്കെ വായിച്ചപ്പോൾ സീൻ വായിക്കുമ്പോൾ നമ്മൾ കരുതി എൻഡിലൊരു കോമഡി സാധനമുണ്ട്, അതായിരിക്കും എന്ന് കരുതി. അതിപ്പോഴും അങ്ങനെ തന്നെ കോമഡിയിൽ ചിരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതിനിടയിൽ നമ്മളോട് കാര്യഗൗരവമായിട്ട് ആൾക്കാർ ഇങ്ങനെ മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അത് ഞങ്ങൾക്ക് ഹൃദയത്തിൽ ഭയങ്കര ആ ഒരു നോട്ടവും പിന്നെ ആ ഒരു സംസാരവും അത് എൻ്റെ അച്ഛനോട് എന്നോട് പറഞ്ഞു. അത് അത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് ഇവര് പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പലരെയും അച്ഛന്മാർ അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്. അതെ, ഇങ്ങനെ അവസാന നിമിഷം ഇങ്ങനെ യാത്രയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, മക്കളെ ഇതൊക്കെ വിളിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ അത്രത്തോളം ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ ഇതിനു മുമ്പും ഈ ചിക്കൻ ഉണ്ടാക്കുന്ന സ്ഥലത്തും ഇവരായിട്ട് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് ഇത്തിരി ഭയങ്കര ആളുകളെല്ലാം എടുത്തു പറയുന്നൊരു എല്ലാവരും എടുത്തു പറയുന്നതും ഫോണിലൂടെ വിളിക്കുമ്പോഴും ഇപ്പോൾ വരുന്ന ചില റീലുകളിലൊക്കെ ആ ശബ്ദം അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് വന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വരുമെന്ന് അത് അന്ന് ഞാൻ വിചാരിച്ചില്ല. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ മോൻ വന്ന് കെട്ടിപ്പിടിക്കുമല്ലോ ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയുടെ അഭിനയം കണ്ട് അന്ന് വിഷമം തോന്നിയോ ശരിക്കും? കാരണം അത് തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ അതങ്ങ് നെഞ്ചിൽ തറയ്ക്കുന്ന പോലായിരുന്നു ആ ഒരു സീൻ കണ്ടപ്പോൾ. അപ്പൊ അന്നത് അഭിനയിച്ച സമയത്ത് അത്രത്തോളം തോന്നിയോ ഈ മോനെ ഇങ്ങനെ കരയല്ലേന്നോ, അല്ലെങ്കിൽ മോൻ അത്രത്തോളം സങ്കടപ്പെടുന്ന കണ്ടിട്ട് നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു വിഷമം തോന്നിയോ? എന്തായാലും ഈ സിനിമ കാണുന്ന അത്രയും വിഷമം ഉണ്ടായിട്ടില്ല.
ഈ സിനിമ കാണുന്ന അത്രയും വിഷമം എന്തായാലും ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടായിട്ടില്ല. ഓടി വന്നു, പിന്നെ മഴയുണ്ടായിരുന്നു ആ സമയത്ത്. മഴ പെയ്യും, ഇങ്ങനെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. ഓടി വരുന്നതും പിടിക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊക്കെ തന്നെയാണ് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തേക്കണം. സവിൻ പറഞ്ഞതുപോലെയാണ്, ചേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ, മോനെ ഇത്രയും വലിയ സങ്കടം ഉണ്ടാവും എന്നുള്ളതൊന്നും ചേട്ടനറിയില്ല, ഇത്രയും സ്നേഹം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ നമ്മൾ ചെയ്ത് അത് മോണിറ്ററിൽ നോക്കിയപ്പോൾ അവരും പറഞ്ഞ് ചേട്ടാ ഓക്കെ ചേട്ടാ അത് റെഡിയാണ്, അത് മതി ചേട്ടാ അത് മതി, ഓക്കെയാണ്, കറക്റ്റാണ് എന്ന് പറഞ്ഞ്. പക്ഷേ സിനിമ കാണുമ്പോൾ വേറൊരു ലെവലാണ്. സിനിമ കാണുമ്പോൾ നമ്മൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എഡിറ്റിങ്ങിലും പ്ലേസ്മെൻറ്റിലൊക്കെ അത് സിനിമ കണ്ടാലത് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. സിനിമ കാണുന്നത് പോലെ അന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ എല്ലാ സിനിമക്കും അങ്ങനെയല്ല, കാരണം മ്യൂസിക് വരും, എഡിറ്റിംഗ് സാധനമൊക്കെ വരും. പക്ഷെ എന്നാലും ഇത്രക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി പോകുമെന്ന് വിചാരിച്ചില്ല. സുധീഷ് ചേട്ടനായിട്ട് അഭിനയിക്കാൻ എപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര കംഫർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ അഭിനയിച്ച ആ സീനിൽ ആ സുന്നത്ത് കല്യാണം പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഒരു സീനാണ്. അപ്പം എത്രത്തോളം സുധീഷ് ചേട്ടൻ ജീവിതത്തിലൊരു ഭാഗമായിട്ടുണ്ട് അഭിനയം എന്ന ജീവിതത്തിൽ? സുധീഷ് ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സുധീഷായിട്ട് കുറേ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. സിനിമകളില്ലെങ്കിലും സംസാരിക്കും. ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും തമാശയൊക്കെ ഇടുമ്പോൾ അപ്പം തന്നെ എന്നെ വിളിക്കും. വിളിക്കാൻ പറ്റാത്ത ഇപ്പോൾ തിരക്കായിരുന്നല്ല, മറ്റേ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നല്ല, എങ്കിലും സമയമൊക്കെ ഉണ്ടാക്കി പുള്ളി വിളിക്കും എന്നെ. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് 1 മണിക്കൂറോളമൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് പറഞ്ഞു തരും. പിന്നെ ഞങ്ങൾ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ഭയങ്കര തമാശ. നമ്മൾ ലൊക്കേഷനിൽ വന്നാലും ഭയങ്കര തമാശയൊക്കെയാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ സീനിൽ കാണുന്നത്. അതെ, എന്നോട് അവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്നും കാര്യങ്ങളും അത് ഇങ്ങനെ നീ പറഞ്ഞാൽ മതി, ആ ഒരു സ്ഥാനത്തിൽ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു തരാനൊക്കെ അത് എനിക്ക് സുധീഷ് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുക, റീല് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു റെക്കഗ്നിഷൻ കിട്ടിയ ഒരു സിനിമയാണ് വാഴ 2. അതെ. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനിയും മലയാള സിനിമയിൽ ഇതുപോലെ അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നപ്പോൾ ചേട്ടന്റെ കാലത്ത് മിമിക്രി ആയിരുന്നു, അപ്പം ഇപ്പം വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമായി, റീലുകളായി, ഷോർട്സ് ആയി. അപ്പം ശരിക്കും കാലഘട്ടം മാറുമ്പം നമ്മുടെ മീഡിയ മാറുന്നുള്ളതാണ്. അപ്പം ഇനിയും അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടും. ഇനിയിപ്പോൾ വാഴ 3 വരാൻ പോകുന്നതൊക്കെ മിക്കവാറും അങ്ങനെയുള്ള ടീമുകളായിരിക്കും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഇത് റീലുകൾ കണ്ടിട്ടേ. എനിക്ക് തോന്നുന്നു ഞാനെല്ലാം കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിലെല്ലാം കാണാറുണ്ട്. എന്തായാലും ഇതിപ്പം അതെന്താ മോശമായത്, ചിലപ്പോൾ ചില കണ്ടൻറ്റുകളൊക്കെ മോശമാറുണ്ടല്ലോ, ഇവരുടെ എന്നല്ല എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് കാരണം ഇവരൊക്കെ സ്ക്രീനിൽ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടും. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളും പിന്നെ കലാകാരനായതുകൊണ്ട് പോലും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അല്ലാത്തവർക്ക് എന്തായിരിക്കും ഇവരോട്, ഇവരുടെ വ്യൂസിനെ കണ്ടാൽ മതിയല്ലോ, ഇവരുടെ കാര്യം അങ്ങനെ പറയണ്ട. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, ഇപ്പോഴും പുതിയ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വരുമ്പോൾ മിമിക്സ് പരേഡ് എത്രയോ സ്റ്റേജിൽ കളിച്ചാലാണ് നമ്മളൊരു അമ്പലത്തിൻ്റെ പരിസരത്ത് കളിക്കുമ്പോൾ ആ ഒരു പരിസരത്തുള്ള ആൾക്കാരെ അറിയുള്ളൂ, പള്ളിയിൽ കളിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ അറിയുള്ളൂ. പിന്നെ നമുക്കത് വീഡിയോ കാസറ്റായി. സിനിമയിലേക്കുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ വീഡിയോ കാസറ്റില്ല. പക്ഷെ അന്നും നമുക്ക് ചെന്ന് നിൽക്കണം, തരുമോ ചാൻസ് ചോദിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം CD ആയി, ഡിസ്ക്. അതിനുശേഷം ഷോർട്ട് ഫിലിമുകളായി. ഏറ്റവും അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീലുകളാണ്. അതിപ്പോൾ എല്ലാവരും നല്ല രസമായിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ആഷിറിൻ്റെ ടീം കഴിഞ്ഞ പിന്നെയും കുറേ ആളുകൾ വന്നാക്കണത് എല്ലാം ഭയങ്കര രസമാണ്. അതുപോലെ അമീനും ടീമും ഇൻസ്റ്റാഗ്രാമിൽ നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അത് തന്നെയല്ല, അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാനും കഴിവുള്ളവരാണ് ഇവർ. കാരണം അത് നിസ്സാര കാര്യമല്ല. കാരണം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, സംവിധായകൻ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, ക്യാമറമാൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ. നമ്മൾ സിനിമ അഭിനയിച്ച് ചെന്നൊക്കെ ഇന്ന് കണ്ടാൽ മതി. പക്ഷേ ഇപ്പോഴത്തെ ഈ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ടീമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് ക്യാമറ ചെയ്യണം, അല്ലേ, സ്വന്തമായിട്ട് സംവിധാനം ചെയ്യണം. 4 പേരിലും ആരെങ്കിലും ഒരാളായിരിക്കും ക്യാമറ പിടിക്കണത്, അല്ലെങ്കിൽ ഒരാളായിരിക്കും പറഞ്ഞു കൊടുക്കണം, അല്ലേ.
അത് ഞാൻ സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. കാരണം മിമിക്രിയിൽ അന്ന് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യാതിരിക്കണത്. നമുക്ക് അതിനുള്ള ഒരു എന്താണ് വളർന്നിട്ടില്ലല്ലോ, ഇത്രയും ഉണ്ടായില്ല. പക്ഷേ ഇപ്പം നന്നായിട്ട് അത് ആ വഴി വളർന്നിട്ടുണ്ട്, നന്നായിട്ട് ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനുള്ള ഫൈനൽ ഒരു കാര്യമാണ് ഇപ്പോൾ സിനിമയിൽ ഈ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യതയ്ക്കുള്ള വലിയൊരു തുടക്കമാണ് വാഴ 2. തീർച്ചയായിട്ടും വാഴ 2 തന്നെയല്ല, വാഴ 1 അതുപോലെ ഇപ്പോൾ കുറേ സിനിമകൾ വിജയിച്ച കുറേ സിനിമകൾ ഇറങ്ങിയില്ലേ, പ്രകമ്പനം പോലത്തുള്ള കുറേ സിനിമകളൊക്കെ ഇറങ്ങി. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞിട്ട് കണ്ടൻറ് ക്രിയേറ്റർമാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ പടങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ ഇനിയുള്ള സിനിമകളിലും എല്ലാവരും പ്രതീക്ഷിക്കുക, ആരും മോശക്കാരല്ല. ബേസിൽ ജോസഫ് അതുപോലെ മിഥുൻ മാനുവൽ, ഈ 2 ഡയറക്ടേഴ്സിന്റെയും എല്ലാ സിനിമയിലും എപ്പോഴും ബിജുക്കുട്ടൻ എന്നൊരു വ്യക്തിക്ക് ഒരു റോള് എപ്പോഴും കാണും, ഫിക്സഡ് ആണ്. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെ ഒരു ഫേവറേറ്റ് ആക്ടറായിട്ട് മാറാനുള്ള കാരണം? തോന്നിയിട്ടുണ്ടോ, എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മിക്കവാറും പടങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കുന്ന 2-3 പേരിൽ പെട്ടതാണ് മിഥുൻ മാനുവലും നമ്മുടെ ബേസിൽ, പിന്നെ നമ്മുടെ നമ്മളെ ARMൻ്റെ ജിതിനായിട്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഈ 2-3 പേരിലേക്കൊക്കെ ഞാൻ ചോദിക്കുള്ളൂ. അങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞാൽ കുറേ നേരം സംസാരിക്കുമ്പോൾ അടുത്ത പടം അതാണ് ഇതാണ് എന്ന് പറയും. മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട്. ബേസിൻ്റെ എല്ലാ പടത്തിലും ഞാനുണ്ട്, മിഥുൻ്റെ എല്ലാ പടത്തിലും ഇല്ല. ചില പടങ്ങളിലൊക്കെ നമ്മൾ പിന്നെ അറിയാം, എനിക്ക് നല്ലതുണ്ടെങ്കിലേ വിളിക്കുള്ളൂ. ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും നല്ലതാണെങ്കിൽ മാത്രമേ എന്നെ ഉൾക്കൊള്ളിക്കുള്ളൂ നമ്മുടെ മിഥുൻ. അപ്പോൾ ഈ 2-3 പേരെടുത്താൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടാവട്ടോ, എന്നെ വേണോട്ടോ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊണ്ട് ഗോതയിലൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഫോട്ടോ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഗോതയിൽ മറ്റേ ഇതുണ്ടാവുമല്ലോ, മറ്റേ കാസ്റ്റിംഗ് ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബോർഡ് ഉണ്ടാവും. ഞാൻ ചെന്നപ്പോൾ ബോർഡിൽ ഞാൻ ചോദിച്ചത് എന്താണത്? ചേട്ടാ ഇത് നമ്മുടെ ഗോതയിൽ അതാണ്. ഇത് മറ്റേ നായകൻ ആദ്യം ടൊവിനോ, അത് കഴിഞ്ഞ് നായിക, പിന്നെ ഇങ്ങനെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയുള്ളൊരു സ്പേസ് കിടക്കണ്. ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഇത്തിരി അവിടെ നിന്ന് കിച്ചണിൽ പോയി ഇത്തിരി ഒരു മറ്റേ ചോറില്ല, അരി ചോറിൻ്റെ അത് എടുത്തിട്ട് വശ വെച്ച് ഒട്ടിച്ചാരും കണ്ടില്ല, ഒട്ടിച്ച് വെച്ചാണ്. ഓഹോ, എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് എന്ത് അല്ല ഞാനുള്ള കാര്യം അവർക്കുണ്ടാവട്ടെ, ചേട്ടനുണ്ട് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അല്ല അത്രയും സ്വാതന്ത്ര്യം അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചോദിക്കാൻ വേണ്ടി മാത്രം. അതിന് അത് നമ്മളൊന്നുമില്ലാണ്ട് ഇനി നമുക്ക് ചോദിച്ചാലേ പറ്റുള്ളൂ എന്നൊരു സമയം വരുമെന്ന് എനിക്കറിയാം. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇതൊക്കെ വന്ന് പെട്ടത്. അത് ഞാൻ ചോദിക്കും, നമ്മൾ ചോദിക്കണമല്ലോ, വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. എന്നാ മമ്മൂക്കയുടെ സിനിമ കൊണ്ടുവന്നത്, ജോർജ് സാറിൻ്റെ പടമാണ്, അതാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മാക്സിമം ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ പോകുക. അവസാനം ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂരി എന്നുള്ളൊരു സമയം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. കാരണം വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല. അത് ശരിയാണ്. എപ്പോഴും നമ്മൾ എത്ര സിനിമ വിജയിച്ചെന്ന് പറഞ്ഞാലും അടുത്തൊരു സിനിമ കിട്ടാതെ ഒരു ആക്ടറിന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല പറ്റൂല. അതാണല്ലോ എപ്പോഴും ഒരു ആക്ടറിന് വേണ്ടതും. ആ സിനിമ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും അതിനൊരു അവസരം വരുമ്പോൾ എന്തായാലും ചോദിക്കുന്നത് മനസ്സിലുണ്ട്. എന്തായാലും ഈ വർഷം കൂടി നമ്മൾ കാത്തിരുന്ന് ഞാനെല്ലാം പണ്ടത്തെ കൂടെ ഒരു ജുബ്ബയും കഷത്തിൽ വെച്ച് ഞാനങ്ങ് നടന്നേനെ. സാറേ എനിക്കൊരു ചാൻസ് വേണം കേട്ടോ, എനിക്ക് വേറെ അങ്ങനെ വന്നേനെ. വേറെ ചുറ്റുപാടുകളൊന്നും വലിയ മോശമില്ലാത്ത രീതിയിലായതുകൊണ്ടാണ്. കാരണം വേറെ നമുക്ക് കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചെറിയ പ്രശ്നം എന്തായാലും കുറേ നാളിങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ചാൻസിന് വേണ്ടി ഇറങ്ങുമായിരുന്നു ഞാൻ. ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു രീതിയിലേക്ക് എന്തായാലും വാഴ 2 എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇത് വേറൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സിനിമയിൽ ചാൻസ് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ ഒരു സിനിമ മമ്മൂക്ക വിളിച്ച ആ സിനിമ കഴിഞ്ഞത് കൊണ്ട് ആ ഒരു എഫക്റ്റിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ 2 സിനിമയുടെ. അപ്പം നമുക്കങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു സിനിമ വരും, ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചാൾ ഇരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും പരിപാടിയും പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ സിനിമ നമ്മളെ മൊത്തം അങ്ങോട്ട് ഇല്ലാതാകണ സമയത്ത് നമ്മൾ എന്തായാലും ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അത് ഈ വർഷം കൂടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം തൊട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കരുന്നു, ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തന്നെ. കാരണം നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് മിക്കവാറും ആരും നമ്മളെ തഴയൂല. അപ്പം നമ്മൾ അന്നേ തൊട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമാവും. അത് മന്നുണ്ടോ അങ്ങനെ ആവും. പക്ഷേ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ എൻ്റെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇറങ്ങാം. പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കുറെ കാലത്തിന് ശേഷം എവിടെ ചോദിക്കാം, ആരോട് ചോദിക്കാം എന്നുള്ളൊരു ഉള്ളിനുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുമല്ലോ എപ്പോഴും. തീർച്ചയായിട്ടും അതുണ്ടാവും. അല്ല, ഇല്ലെങ്കിലും ഈ പറഞ്ഞ കൊണ്ട് തന്നെ സിനിമയിൽ തന്നെ അല്ലാതെ എനിക്ക് വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ അഭിനയിക്കാനുള്ള ആളുകളൊക്കെ പുതിയത് വന്നാൽ പോലും എന്തെങ്കിലും ഒരു ഭാഗമായിട്ട്, ഇനിയിപ്പോൾ എന്ത് ഭാഗമായാലും അതിപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന വെള്ളം കൊടുക്കുന്ന ആളായാൽ പോലും ഈ പറഞ്ഞിട്ട് അത് വേണ്ട, സിനിമയ്ക്ക് അത്യാവശ്യമുള്ള ആളുകളാണ് അവർ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആഗ്രഹം തന്നെയാണ്. സിനിമയിൽ എന്താണെന്നറിയാം, വേറെ പണിയൊന്നും അറിയാൻ പാടില്ലേ. പിന്നെ സിനിമയോടുള്ള ഇഷ്ടം നമുക്ക്. ബേസിലിന്റെ സിനിമയിൽ നല്ല നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ശരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതായിരിക്കും ബേസിൽ സിനിമയിലെ? കുഞ്ഞിരാമായണം അത്യാവശ്യം നല്ല സംഭവമായിരുന്നു. എനിക്ക് രണ്ടാമതൊരു ഹൈപ്പ് തന്ന സിനിമയാണ് കുഞ്ഞിരാമായണം. പിന്നെ അതുപോലെ തന്നെ ഗോദ ഇതുപോലെ തന്നെ നല്ലൊരു ഈ പറഞ്ഞ കൊണ്ട് ഫോട്ടോ ഒട്ടിച്ചെങ്കിലും അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേസിലിനെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. കാരണം ആ ഒരു ഡയറക്ഷൻ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. നടനാണ്, തിരക്കുള്ള നായകനാണ്, പിന്നെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ തിരക്ക് നമുക്കറിയാം. പിന്നെ ഈ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന പടത്തിൽ ഞാനുണ്ടായിരുന്നു, അതിരടിയിൽ ഞാനുണ്ടായിരുന്നു ടോവിനോട്. നമ്മുടെ കുഞ്ഞിരാമായണത്തിൻ്റെ അസിസ്റ്റൻ്റാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിരടി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നല്ല സാധനമാണ്. നല്ല സാധനമായിരുന്നു. പക്ഷേ ഈ രണ്ടിൻ്റെയും ഈ ആടിൻ്റെയും വാഴയുടെയും നടുവിൽ പെട്ടിട്ട്, അതും ഈ പറഞ്ഞുകൊണ്ട് എന്നോട് വേണമെങ്കിൽ അതിൻ്റെ കൺട്രോളർ വേണമെങ്കിൽ ചേട്ടൻ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, ഡേറ്റ് വന്നിട്ടും ഇനി മാറ്റി പറയണം അങ്ങനെയല്ല എന്നോട് പറഞ്ഞത്. ചേട്ടൻ അത് ചെയ്തോട്ടെ, ഞാൻ അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാവുമോ എന്ന് വെച്ച്. കാരണം നാളെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെല്ലാൻ മറ്റേ ആ ഫുൾ കോമ്പിനേഷനുള്ള സംഭവം അതാണ്. പക്ഷേ കാരണം ജയസൂര്യ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ഡേറ്റ് ഭയങ്കര പ്രശ്നമല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ അത് കുഴപ്പമില്ല ചേട്ടൻ അത് ആഡ് ചെയ്തോ, ഞാൻ ആരെങ്കിലും നമുക്ക് പിന്നീട് കാണാം എന്ന് വെച്ചാൽ നല്ല രീതിയിലാണ് പുള്ളി അത് കട്ട് ചെയ്തേക്കണം. ഇപ്പം ഗോദ സിനിമ എടുക്കുകയാണെങ്കിലേ, ഞാൻ ഇപ്പം ഇന്റർവ്യൂവിന് വേണ്ടി ഗോദ സിനിമ വെറുതെ ഒന്ന് കണ്ടു. അപ്പം അക്കാഡയിൽ വെച്ച് ടൊവിനോ വന്ന് പറയുമല്ലോ, അപ്പൊ ഇവരെയൊക്കെ എന്താ എടുത്ത് എന്നെ എടുക്കാത്തത്? അപ്പം പെട്ടെന്ന് പറയും, രഞ്ജി പണിക്കർ പറയുന്ന ഒരു സീനാണ്, ഇവരൊക്കെ വെറും ഡമ്മികളാണെന്ന്. അപ്പം ബീച്ചേട്ടൻ ബാക്കിൽ നിന്ന് പറയും, ചതിച്ചതായിരുന്നല്ലേ ഇത്. പക്ഷെ അത് വിഷ്വലി പറയുന്നില്ല, വോയിസിൽ മാത്രമേ ഉള്ളൂ. ഡബിങ്ങിലുള്ളൊരു ഇംപ്രവൈസേഷൻ ആയിരുന്നോ? അതെ ഡബിങ്ങിലായിരുന്നത് സംഭവമൊക്കെ ചെയ്തത്. കാരണം അത് ഒരു ഇമ്പോർട്ടൻ്റ് സാധനമായതുകൊണ്ട് നമുക്കതിനകത്ത് അവിടെ വെച്ചൊന്നും പറയാനായിട്ട് തോന്നില്ല. കാരണം ടൊവിനോ എന്ന് പറയുന്നത് അന്ന് എനിക്ക് തോന്നുന്നത് രാത്രി 7 മണിക്കെങ്ങാണ്ട് നൈറ്റിൽ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്കെങ്ങാണ്ട് അവസാനിച്ചത്. കാരണം സിനിമയിൽ വരുമ്പോൾ കുറച്ചുള്ളെങ്കിലും ഒറ്റ ഷോട്ടിലാണ് ആ ഗുസ്തി ചെയ്തേക്കണത്. ക്യാമറ ഒക്കെ തൂക്കിയൊക്കെ കിടന്നിട്ടുള്ള ഒറ്റ ഷോട്ടിലാണ് ചെയ്തേക്കണത്. ഗ്രാൻഡായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു തമാശ പറയാൻ തോന്നിയില്ല. പക്ഷെ അത് സിനിമയിൽ വന്നപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറി അടിച്ചാണ്. അത് കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു കേട്ടോ. ചതിച്ചതായിരുന്നല്ലേ? അതെ. അതുപോലെ അടികപ്പേരെ കൂട്ടുമണിയിലെ ഒരു ട്രെൻഡായിട്ട് പാട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എല്ലാ ക്രിസ്മസിന് അതിപ്പോഴും ഓടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. ഇതൊക്കെ ആ ഒരു മിമിക്രി കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസ് ആണോ? അതെ, ആ പാട്ട് മിമിക്രി നമ്മളെ ചെറുപ്പത്തിലേക്ക് നമ്മൾ കരോളൊക്കെ ഉണ്ടാവില്ലേ, കരോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസിൻ്റെ തലേ ദിവസം. ആ സമയത്തൊക്കെ നമ്മൾ നാട്ടിൽ പാടിക്കൊണ്ട് അങ്ങനെ പാരഡി പാട്ടുകളാണല്ലോ അന്നൊക്കെ പാടിക്കൊണ്ടിരിക്കണത്. ഇന്നത്തെ പോലെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണുള്ളത്. ഇപ്പോൾ പാടാൻ പറ്റൂലെങ്കിലും ആ സമയത്തൊക്കെ പാടിയിരുന്നൊരു പാട്ടാണ്. അതിനു വേണ്ടി എഴുതിയുണ്ടാക്കിയതൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ പാടിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഇട്ടതാണ്. അതുപോലെ ആൻമരിയ കലിപ്പിലാണല്ലേ ഏഞ്ചൽ, മുറുക്കാൻ ചവച്ച് തുപ്പുന്നൊരു ഏഞ്ചൽ. ഇതുവരെ മലയാളി പ്രേക്ഷകർ കാണാത്തൊരു ഏഞ്ചലാണത്, ഒരു ബാലാക.
അതെ അതെ. ആരുടെ ഐഡിയ ആയിരുന്നു ആ മുറുക്കാൻ ചവയ്ക്കുക എന്നുള്ളത്? മുറുക്കാൻ്റെ കാര്യം ഞാനാണ് മിഥുനോട് പറഞ്ഞത്. അപ്പം മിഥുൻ പറഞ്ഞ്, മിഥുൻ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അത് കുഴപ്പമില്ലടാ അത് മുറുക്കാം. കാരണം ഇയാൾ ഈ പറഞ്ഞു വിട്ട് കൈ നോക്കണ ആളൊക്കെയാണല്ലോ, കൈ നോക്കി എല്ലാ ഉടായ്പും പുള്ളി എടുത്തിട്ടുണ്ടല്ലോ. മന്ത്രവാദം എന്തിനും പോകല്ല, ഒരു പണി അറിയില്ല എന്നറിയില്ല. തലേ ദിവസം കാണുന്നത് എന്തോ കൈ നോക്കണ ആളായിട്ടാണ്. അപ്പോൾ അവരൊക്കെ എന്തായാലും മുറുക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ആ മുറുക്കാൻ ഒരിക്കലും ഇങ്ങനെ പല്ല് തേച്ച് കളഞ്ഞാലൊന്നും മാറില്ല. ആ റെഡ് എന്തായാലും ഒരു മുറുക്കാൻ്റെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു മുറുക്കി തുപ്പണ കേസ് അന്നേരത്ത് ഇട്ടാണ്. ഇങ്ങനെ ചവച്ചുകൊണ്ടുള്ള സാധനമാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ അതാ സമയത്ത് ഇട്ട്. അപ്പോൾ അതിനെ ഞാൻ മോണിറ്ററിൽ കൂടെ പിന്നെ മൈക്കിൽ കൂടെ ചിരിക്കണേട്ട് ഞാൻ ചുമ്മാ ഇട്ടതാണ്. പക്ഷെ അത് നല്ല കര ഒരിക്കലും മാലാഖമാര് വന്നിട്ട് മുറിക്കത്തില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് നേരത്തെ? ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇപ്പൊ നാളെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ട് മുന്നേ ഇങ്ങനെ ഇരുന്ന് രാത്രി ഇന്ന് പ്ലാൻ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്താണ് ഇതൊക്കെ റെഡിയാക്കി? അല്ല, ഈ മുറുക്കാൻ്റെ കേസൊക്കെ അവിടെ ചെന്നേ പിന്നെ ഉണ്ടായതാണത്. അത്രേ ഉള്ളൂ. ആ മുറുക്കാൻ്റെ കേസൊക്കെ പിന്നെ നമ്മൾ ഒരു ഐഡിയ നമുക്കുണ്ടാവില്ല. പക്ഷേ ഈ മുറുക്കുന്ന കേസ് അവിടെ ചെന്നപ്പോൾ തന്നെ ഉള്ളതാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് അത് മുറുക്കിയത്. മുറുക്കാൻ കിട്ടാത്ത ഒരു മലയുടെ മുകളിലൊക്കെ ഇരുന്നത്. ആ സാധനമൊക്കെ അന്നേരത്ത് ഉണ്ടാക്കിയ സംഭവം. ലിപ്സ്റ്റിക് ആണ് വെറ്റയിലും തേച്ചിട്ട് വായിച്ചവച്ചതല്ലേ? അതെ, അവിടെ മുറുക്കാനായിട്ട് കിട്ടാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത്. വെറ്റിലെ പകുതി കിട്ടിയിരുന്നു ഒരു അമ്മമ്മയുടെ നിന്ന്. പിന്നെ അടക്ക, പിന്നെ ചോക്കണമെങ്കിൽ മറ്റേ ചുണ്ണാമ്പ് വേണമല്ലോ, അങ്ങനെ അത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വെറ്റിലയുടെ പകുതി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ലിപ്സ്റ്റിക്ക് ഒടിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് അത് ഞാൻ ആ മേക്കപ്പാനോട് വാങ്ങിച്ചാണ്. അപ്പോൾ ചേട്ടൻ നല്ല റെഡായിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക്കാണെന്ന് പറഞ്ഞു. കാരണം തുപ്പാനായിട്ടത് വേണമല്ലോ. അതുപോലെ ഒരു ഇന്റർവ്യൂല്, പഴയ ഒരു ഇന്റർവ്യൂല്, ഒരു 5 വർഷം മുന്നുള്ള ഇന്റർവ്യൂല് ബിജുചേട്ടൻ പറയുന്ന കേട്ടു, മമ്മൂക്ക അടിച്ചാണ് എന്നെ കൊണ്ട് പോത്തമ്പാവയിലെ ഡയലോഗ് പറയിച്ചെന്നുള്ളത്. ഒരു ഈർക്കൽ കൊണ്ട് അടിച്ചാണ് ഡയലോഗ് പറയിച്ചെന്നുള്ളത്. ഓർമ്മയുണ്ടോ ഇപ്പോഴും അത്? പിന്നെ അത് ഒരു ചില സാധനങ്ങൾ നമ്മൾ ഉളുക്കി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ തന്നെ വന്ന് ഉളുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധനത്തിൽ ഈ ചിട്ടിക്കമ്പനി മാമോദിസ മുക്കണ കാര്യം പറഞ്ഞപ്പോൾ, മാമോദിസ മുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അച്ഛൻ ചിട്ടിക്കമ്പനി നടത്തിയിട്ട് മുങ്ങിയ കാര്യം എനിക്കറിയാം. ആ ചിട്ടിക്കമ്പനി മാമോദിസയുടെ കാര്യം എനിക്ക് കിട്ടണില്ല. അപ്പോൾ രണ്ടും അത് മാമോദിസ് എനിക്ക് കിട്ടണില്ല. മാമോദിസ് എന്ന് പറയാൻ കിട്ടില്ല. ചിട്ടിക്കമ്പനി ഉണ്ട്, മാമോദിസ് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ആ സാധനത്തിന് ഇങ്ങനെ ഉളുക്കി കഴിഞ്ഞപ്പോൾ ഒരു 3-4 പ്രാവശ്യം എടുത്തിട്ടും പറ്റും. അന്ന് ഫിലിമാണത്. നമ്മൾ ഇന്നത്തെ കൂട്ട് ഇതല്ല, ഈ കാർഡിൽ റെക്കോർഡ് ചെയ്യല്ല, ഫിലിമാണത്. അതിങ്ങനെ നടന്നിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഈർക്കിലെടുത്തിട്ട് പറഞ്ഞ് ഇനി നീ പറഞ്ഞോടാന്ന് പറഞ്ഞ് അത് കറക്റ്റായിരുന്നു ആ സാധനത്തിൽ. പക്ഷേ ആ ഒരു ഈർക്കിൽ കയ്യിലുണ്ട്, മമ്മൂക്കയുടെ കയ്യിലുണ്ട്. ഇതിങ്ങനെയാണ് ചുണ്ടിരിക്കുന്നത്. അതെന്നെ അടിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ കറക്റ്റായത്. അത് കഴിഞ്ഞതിന് ശേഷം വലിയ ഡയലോഗ് ഉണ്ട്, പക്ഷെ അതിനകത്തൊന്നുമില്ല. പിന്നെ ഇട്ട് വേറൊരു ഞാൻ മറ്റേ പാത്രം കഴിയൊക്കെ വന്ന സംഭവത്തിലുണ്ട്. പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങൾ മുളുക്കി കഴിഞ്ഞാൽ അതും അങ്ങ് കയറിയ പിന്നെ അത് ഇതായി പോകും. ചെറിയ ഈർക്കലിൻ്റെ അടി വേണമായിരുന്നു ആ സീൻ തീർക്കാനായിട്ട്. അതെ. പക്ഷെ അത് ഭയങ്കര നാച്ചുറലായിരുന്നു. പുള്ളി കയ്യിൽ പിടിച്ചിട്ട് ഒരു 3 എണ്ണം ഇങ്ങനെ പിണച്ചിട്ട് തുമ്പത്തൊരു ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നാച്ചുറലായിരുന്നത്. അതുപോലെ ചോട്ടാമുമ്പിലൊരു സീനാണ് മകനെ ഉപദേശിച്ച സമയം കളയാതെ മകന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുക വെച്ചാന്നുള്ളത്. സ്ക്രിപ്റ്റിലുണ്ടായിരുന്നോ ഡയലോഗ്? അതൊക്കെ ബെന്നിച്ചേട്ടൻ, അതിനകത്ത് മിക്കവാറും എല്ലാം സ്ക്രിപ്റ്റിലുള്ളതാണ്. പിന്നെ ബെന്നിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെ കാണുമല്ലോ. ആ സിനിമ എഴുതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വേറെ സ്ക്രിപ്റ്റിലിരിക്കുകയല്ല. ആ സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം ആദ്യം മുതൽ അവസാനം വരെ സിനിമ ഫൈനലി നമ്മൾ സിനിമ റിലീസാവും വരും. ഞാൻ അതിൻ്റെ 2-3 സിനിമയിലും ചേട്ടൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു പടത്തിന് പോലും ഒരു ദിവസം പോലും വരാതിരിക്കില്ല ബെന്നിച്ചേട്ടൻ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റിലുള്ളത് മാത്രമല്ല, നമ്മൾ ലൊക്കേഷനിലുള്ളൊരു ഇംപ്രവൈസിങ്ങും ഭയങ്കരമായിട്ട് കിട്ടും. അതുപോലെ ഇതേ സിനിമയിൽ തന്നെ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് ആയിരിക്കുമല്ലോ ലാലേട്ടൻ പറഞ്ഞുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡയലോഗ്, നീയാണ് ഈ സിനിമയിലെ മെയിൻ എന്നുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് റീലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ അയച്ചു കൊടുത്തോ ആ റീല്?
ഞാനങ്ങനെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഞാൻ മമ്മൂക്കനെ വിളിക്കാറില്ല, ലാലേട്ടനെ വിളിക്കാറില്ല. കാരണം അവരുടെയൊക്കെ തിരക്ക് നമുക്കറിയാമെന്നല്ലോ. ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. കാരണം ലാലേട്ടനായാലും മമ്മൂക്കനും. ഓക്കെ, പക്ഷെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറയണം ഈ സീൻ, ഈ പറഞ്ഞ ഡയലോഗാണ് ഇപ്പൊ ഫുൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാം കാണുന്നത് ലാലേട്ടനും മമ്മൂക്കൊക്കെ എപ്പോഴും എല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ. അവർ എന്തുണ്ടെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കും. കളങ്കാവിലെ ഡയറക്ടറിന്റെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അതുപോലെ ഈ അടുത്ത് വിശാഖ് നായറിന്റെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു ചത്താപ്പച്ചയ്ക്ക് ശേഷം. അപ്പൊ ഈ രണ്ടുപേരും പറഞ്ഞത് മമ്മൂക്ക എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ആണ്, മമ്മൂക്കയ്ക്ക് എല്ലാരെയും അറിയാം. സിനിമ ഞാൻ ഫസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്നെ അറിയാം. അപ്പം ആ ടോട്ടൽ ക്രൂവിലുള്ള എല്ലാ ആൾക്കാരെയും മമ്മൂക്കയ്ക്ക് അറിയാമെന്നുള്ളത് ഇവർ രണ്ടുപേരും പറഞ്ഞു. ഇപ്പൊ ബിച്ചേട്ടനും പല ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് എല്ലാരെയും അറിയാമെന്നുള്ളത്. നമ്മൾ കരുതും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചുമ്മാ വന്നിരിക്കുന്നതിനും കാണിക്കാൻ വേണ്ടി. എല്ലാം കാണുന്നുണ്ട്. ഡയലോഗ് ഞാൻ ചെയ്താക്കണ സ്കിറ്റുകളുടെ ഡയലോഗ് വരെയും ആക്ഷൻ വരെ പറയും പുള്ളി. അപ്പോൾ നമ്മൾ കരുതുന്ന ഒരു മെയിൻ മമ്മൂക്ക അവിടെ വന്നിരിപ്പുണ്ട്, ശ്രദ്ധിക്കൊന്നുമില്ല, നമുക്കങ്ങ് കളിച്ചാക്കാം. പക്ഷെ അന്നേരം എല്ലാം വീക്ഷിച്ചിട്ടേ പോകുള്ളൂ പുള്ളി. ഒരാർട്ടിസ്റ്റിനെ എടുത്ത് ചോദിക്കും പല മറ്റേ ചെയ്യുന്നവൻ്റെ പേരെന്താണ്, അത് എന്താണ്, സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന ആൾക്കാരെന്ന് ആലോചിക്കണം കേട്ടോ. അതുവരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നതാണ്. ശരിക്കും പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. പക്ഷെ അത് പുള്ളി വന്നിരിക്കുന്നത് പ്രോഗ്രാം ചടങ്ങിൽ വന്നിരിക്കുന്നത് വെറുതെ വേഷം കെട്ടി വന്ന് ചെന്നൊന്ന് പോയാക്കാം, ഒന്ന് വന്നാക്കാം, അതല്ല. പുള്ളി വന്നിരിക്കുന്ന സമയങ്ങളിൽ ഇൻക്ലൂഡിങ് അത് എല്ലാത്തിനും ഇൻവോൾവ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് തന്നെയാണ്. കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാനും പറയേണ്ട കാര്യങ്ങൾ പറയാനും കാണേണ്ടത് കാണാനും തന്നെയൊക്കെ ആണ് വന്ന് ആ ഒരു പ്രസന്റ് മൂമെന്റിൽ നമ്മൾ കരുതുന്ന അങ്ങനെയൊക്കെയാണ്. പക്ഷേ എല്ലാം കാണുന്നുണ്ട്. അത് പിന്നെ തീർച്ചയായിട്ടും. ചോട്ട മുമ്പേ റിലീസ് കണ്ടിരുന്നോ? പോയി റിലീസ് രണ്ടാമത്തെ ദിവസം പോയതായിരുന്നു. അതിനും അന്ന് അത്രയും വർഷം മുന്നേ ഇറങ്ങിയ സിനിമയുടെ ഇപ്പോഴും ആ എനർജി പോയിട്ടില്ലെന്നുള്ളതാണ്. അതെ 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 അതൊക്കെ റിലീസിൻ്റെ ഏറ്റവും വലിയൊരു വേർഷനാണ് നമ്മൾ കണ്ടത്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു, ഗാനമേളക്കാര് പണ്ട് തിരക്കി നടന്നൊരു ഡാൻസർ ആയിരുന്നു ഞാൻ എന്നുള്ളത്. പക്ഷെ സിനിമയിൽ ഇത്രയും താളും ആരും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പൊ റീൽസിൽ ഈ അടുത്തായിട്ട് കാണുന്നുണ്ടെങ്കിലും സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു പഴയ ഗാനമേളക്കാരൻ തിരക്കി നടന്നൊരു ഡാൻസറിനെ എന്തുകൊണ്ട് സിനിമയിൽ ഇതുവരെ ആരും കണ്ടില്ല? ഗാനമേളക്കാർ തിരക്കി നടന്നൊരു ഡാൻസർ എന്ന് പറയാനായിട്ട് ഇനി മേലിൽ വന്ന് കുളമാക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്. ഡാൻസ് കളിക്കാനായിട്ട് നല്ല ആഗ്രഹമാണ്. കളിക്കാമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ സിനിമയിൽ അങ്ങനെ ഡാൻസ് കളിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. പക്ഷെ സിനിമയിൽ കളിക്കാൻ ആണെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടി വരും. കാരണം നമുക്ക് ബേസ് അറിയില്ല ഇതിൻ്റെ. നമ്മളിപ്പോൾ ഒറ്റക്ക് കളിച്ച് വെറുതെ എന്തെങ്കിലും കാണിക്കണ കൂട്ടമല്ലോ സിനിമയിൽ വരുമ്പോൾ. അത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും കളിക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ തമാശക്ക് ആ ഒരു ഗ്രേസ് ഉള്ളതിൻ്റെ പേരിലും ആ ഇഷ്ടമുള്ളതിൻ്റെ പേരിലൊക്കെയാണ് നമ്മളങ്ങനെ കളിക്കുന്നത്. അല്ലാതെ അത് കറക്റ്റായിട്ട് ഇപ്പോൾ കളിക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ എഫേർട്ട് എടുക്കുന്നതിന് വേണ്ടി അതൊന്നും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കളയൂല. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാലും ട്രൈ ചെയ്യും ഞാൻ. സിനിമയെക്കാളും ചാൻസ് കിട്ടാൻ പാടായിരുന്നോ മിമിക്രി കാലഘട്ടത്തിൽ ചാൻസ് കിട്ടാൻ? സിനിമയിൽ പെട്ടെന്ന് ചാൻസ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. മിമിക്രിയിൽ ഒരുപാട് എനിക്ക് വിഷമം എന്ന് വെച്ചാൽ ആരും വിഷമിപ്പിച്ചല്ല, കിട്ടാഞ്ഞിട്ടേ. കാരണം ഒരുപാട് നല്ല ട്രൂപ്പിലൊക്കെ കയറാനും കളിക്കാനും ഈ സ്റ്റേജിൽ കറക്ടനൊക്കെ പൊന്തിയിട്ട് ഇങ്ങനെ നമ്മൾ ലൈവിൽ ഓഡിയൻസിനെ ചിരിപ്പിക്കുന്നു പറഞ്ഞാൽ അത് കിട്ടുന്നൊരു സന്തോഷം ഇന്നത്തെ പോലെ അല്ല. അത് ജനങ്ങളിങ്ങനെ തിമിർത്തിരിക്കുകയല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കടൽ പോലെ ജനങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വലിയ ആൾക്കാരെ പരിപാടിയൊക്കെ കാണുമ്പോൾ ദൈവമേ ഇങ്ങനെയൊന്നും ചിരിപ്പിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിലാണ്. പക്ഷെ അങ്ങനെ ചിരിക്കണമെങ്കിൽ ഈ വലിയ ടീമിൽ കയറണം. വലിയ ടീം ഉണ്ടായാലേ പരിപാടി കാണാൻ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നടന്നിട്ട് പിന്നെ നമ്മൾ തന്നെ പെർഫോമൻസൊക്കെ കണ്ട് വലിയ ടീമിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിപ്പോഴും കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പം നടക്കൂല. അത് അങ്ങനത്തെ പോലത്തെ ഒരു സിറ്റുവേഷനല്ല. കാരണം ഒരു ഡയലോഗ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയും. അല്ലെങ്കിൽ റീലൊക്കെ. പക്ഷെ 5 സ്റ്റാർ തട്ടുകടയായിരുന്നോ മിമിക്രി ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്? അതെ 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 5 സ്റ്റാർ തട്ടുകടയാണ്. അത് കണ്ടിട്ടല്ലായിരുന്നോ സിനിമയിലേക്കും ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത്? മമ്മൂക്ക അത് കണ്ടതിന് ശേഷമാണ് മമ്മൂക്കയും ഈ പറഞ്ഞ ജോഷ് സാറും ബെന്നിച്ചേട്ടനും മമ്മൂക്കയും ആണ് ശരിക്കും ഇതിൻ്റെ എഴുത്തുകാരനും ആണല്ലോ. പിന്നെയാണ് ജോഷി സാറിനൊക്കെ അറിയിച്ചത്
ജോഷ് സാറിന് സത്യം പറഞ്ഞാൽ എന്നെ അങ്ങനെ കണ്ട് വലിയ പരിചയമില്ലായിരുന്നു. പിന്നെ മമ്മൂക്കയും ഇവരൊക്കെ കൂടി വിളിച്ച് ലാൽ ക്രിയേഷൻ ലാലേട്ടനൊക്കെ വിളിച്ച് പറഞ്ഞ് ആൻ്റച്ചേട്ടൻ അവരൊക്കെ വിളിച്ച് പറഞ്ഞു നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അന്ന് നോക്കാം. പിന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴും ഇഷ്ടമായി. അങ്ങനെ എല്ലാം കൂടി ഒത്തുവന്നു. 2006 തുടങ്ങിയതാണ് സിനിമാ ജീവിതം. അതെ 2026 ആയിപ്പം 20 വർഷം. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ 20 വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ ആ ഒരു യാത്ര? ആലോചിച്ചിട്ടുണ്ട് ഒരുപാട്. എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. കാരണം അതങ്ങനെയാണല്ലോ. അത് ആ ഒരു ജീവിതം നമുക്ക് നന്നായിട്ട് ആ ജീവിതം തന്നെ മാറ്റി മറിച്ചൊരു സംഭവമാണ് പോത്തൻ ബാവ എന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നൊരു വീട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വീട് ഉണ്ടായി, കാറുണ്ടായി, പിന്നെ ഇപ്പോഴും അതുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കാറുണ്ടത്, എല്ലാ ദിവസവും ഓർമ്മിക്കാറുണ്ട്. പിന്നെ ജീവിതത്തിന്റെ ലാഭം നഷ്ടം ഒരു കോളമെടുത്ത ലാഭത്തിനായിരിക്കും കൂടുതൽ നിറയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലല്ല നമ്മൾ നോക്കണത്. നമുക്ക് കിട്ടിയത് തന്നെ സ്വർഗമാണെന്ന് കരുതിയിരിക്കുക. നാളെ പണിയില്ലെങ്കിൽ പോലും നമ്മളൊരു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മതി. കാര്യം ശരി, നമുക്ക് പട്ടിണികളൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ ജോലി ചെയ്തിട്ട് പട്ടിണികളൊന്നും നമുക്കുണ്ടായിട്ടില്ല. അതൊന്നും നമ്മളെ അച്ഛനൊന്നും അറിയിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യ കാര്യങ്ങളൊന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെല്ലാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. ഈ ചാൻസൊക്കെ ചോദിച്ച് മിമിക്രിയിൽ നടക്കുമ്പോൾ ചിലപ്പോൾ വൈകിട്ടാകുമ്പോൾ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും അങ്ങനെ തിന്നാത്ത പ്രശ്നമുള്ളൂ. ഒരുപാടൊന്നെല്ലാം പറഞ്ഞത് എന്തായാലും പട്ടിണി ഒന്നും കിടന്നിട്ടില്ല. അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത എന്ത് മുന്നോട്ടെന്ന് അറിയാത്തൊരു രീതിയിലാണല്ലോ മിമിക്രി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ നിന്നും ഇന്നീ നിലയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് വലിയൊരു കാര്യമാണല്ലോ. എൻ്റെ അമ്മോ, എന്താണ് ഈ പറയണത്? നമ്മളിപ്പോൾ ദൈവത്തിനോട് തന്നെ വേണ്ട, ദൈവത്തിൻ്റെ അവിടെ കിട്ടെ. കാരണം ദൈവത്തിന് നമുക്കൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. എനിക്കതിൽ കൂടുതൽ പറയാനുള്ള മമ്മൂക്കനെയൊക്കെയാണ്. മമ്മൂക്കനെയും ജോഷ് സാറിനെയും ഈ പറഞ്ഞ ബെന്നി ചേട്ടനെയും ലാൽ ക്രിയേഷൻ ലാലേട്ടൻ, അതുപോലെ തന്നെ മണിമുള്ള രാജു ചേട്ടൻ, അൻവർ റഷീദ്, 2 പടങ്ങളാണല്ലോ നമ്മളെ കൊണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് എന്നെ മറന്നിട്ട് കളിക്കാനേ പറ്റില്ല. അത് ഇല്ലാതെ ആ ഹൈപ്പിൽ തന്നെയല്ല നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു വലിയ സിനിമയ്ക്കുള്ള കഥയുണ്ട് കേട്ടോ. ഈ മിമിക്രി ജീവിതത്തിൽ തുടങ്ങി ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു വലിയ സിനിമയ്ക്കുള്ള കഥയുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് നഷ്ടമൊന്നും പറയാനേ പറ്റും. അങ്ങനെ നഷ്ടമെന്ന് പറഞ്ഞാൽ സിനിമയില്ല, നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കനെയൊക്കെ എന്തോന്നോ അധിക്ഷേപിക്കണ കൂട്ടായി പോകില്ലേ. ഇത്തരം പൊസിഷനിലായിരിക്കണം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയണ്ടല്ലോ നമ്മൾ പടം കുറഞ്ഞോ എന്നൊന്നുമില്ല, നമ്മൾ വേറൊരു സെറ്റപ്പിലേക്ക് വന്നില്ല. അത് നമ്മളിപ്പോൾ അങ്ങനെ ആലോചിക്കാൻ തന്നെ പറ്റണില്ല നമുക്ക്. ആലോചിക്കാൻ തന്നെ പറ്റണില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മനസ്സിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാനത് വലിയ പ്രൗഡായിട്ടും അതുപോലെ ഭാഗ്യമായിട്ടും ഇപ്പോഴും നമ്മളത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഈ 20 വർഷം കൊണ്ട് സിനിമ എത്രത്തോളം മാറി, കോമഡികൾ എത്രത്തോളം മാറി? 20 വർഷം കൊണ്ട് കോമഡികളും സിനിമകളും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പണ്ടത്തെ സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ. കോമഡികളും അല്ല, ഡയറക്ഷൻ അല്ല, സ്ക്രിപ്റ്റ് അല്ല, എല്ലാം മാറി. കോമഡി മാത്രമല്ല, കോമഡിയും മൊത്തത്തിൽ സിനിമ മാറിയില്ലേ. പണ്ട് കണ്ട പോലത്തെ ഒരു സിനിമയല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിള്ളേരും ആൾക്കാരൊക്കെ അതിൻ്റെ BGM ആരാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് ആരാണ്, ഡയറക്ഷൻ ആരാണ്, മ്യൂസിക് ആരാണ്, സംഗീതം, അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ സിനിമക്ക് പോകുന്നത്. മറ്റേ അങ്ങനെ ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ മമ്മൂക്ക, അല്ലെങ്കിൽ ലാലേട്ടൻ, അല്ലെങ്കിൽ ജോഷ് സാറ്, സത്യനന്ദിക്കാട്, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ A to Z പിള്ളേർക്ക് എല്ലാം നോക്കും. അപ്പോൾ എല്ലാ മേഖലയിലും സിനിമയിലെ എല്ലാ മേഖലയും അവർ നോക്കിയിട്ട് ഇത് കൊള്ളായിരിക്കും, മറ്റേ സ്റ്റണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് അതൊക്കെ നോക്കിയിട്ടാണ് പിള്ളേരൊക്കെ പോണത് സിനിമക്ക്. സിനിമയുടെ മാറ്റം ഭയങ്കര വലിയ മാറ്റം. എല്ലാത്തിലും മാറ്റമുണ്ട് എങ്കിൽ പോലും. ഓക്കെ, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അപ്പോൾ അവരെല്ലാം ജീവിതത്തിൽ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തെ മമ്മൂക്ക സ്വാധീനിക്കലല്ലോ, രക്ഷപ്പെടുത്തലല്ലേ. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് 2ാമത്തെ ഒരു സിനിമയിലെ രക്ഷപ്പെടുത്തലായിരുന്നു. അതും ജയറാമേട്ടൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയിൽ നിന്ന് വന്ന് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമകളും കാണുമായിരുന്നു നമ്മൾ. കാരണം ഞങ്ങളുടെ ഒരാളാണ്. അന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നല്ലേ മിമിക്രിയിൽ വന്ന് സിനിമയിലേക്ക് മാറും എന്നുള്ളത്.
പിന്നെ 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 തീർച്ചയായും. അല്ല, നമ്മൾ സിനിമയിലൊക്കെ ഒന്ന് ജയറാമേട്ടെ പോലെ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരാൾ സിനിമയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു നമുക്കൊരു അഭിമാനം ഒക്കെ ആയിരുന്നു. കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ നമുക്കും സിനിമയിലൊക്കെ അഭിനയിക്കാം പറ്റും, അത് മണിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ. പിന്നെ കുറച്ചും കൂടി സിനിമ നമ്മളിലേക്ക് എത്തും എന്നുള്ളൊരു സ്ഥിതി വന്നത് മണിച്ചേട്ടൻ്റെ ഒരു അഭിനയം കണ്ടപ്പോഴും മണിച്ചേട്ടൻ സിനിമയിൽ വന്നപ്പോഴൊക്കെയാണ്. മണിച്ചേട്ടൻ കൂടെ ഉള്ളപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒക്കെ വരുവാടാന്ന്. സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് ഞങ്ങൾ ഒരുമിച്ച് മിമിക്രിയിൽ നടന്നാണ്. സുരാജ് എന്നേലും മുമ്പ് സിനിമയിൽ വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു സുരാജ് കുറേ സിനിമകൾ അഭിനയിച്ചതിന് ശേഷം പോപ്പുലർ ആവണത് എനിക്ക് തോന്നുന്നു മമ്മൂക്കട മായാവി, പോത്തമ്പാവയും മായാവിയും, ഈ രണ്ടും നല്ല ഹിറ്റ് സിനിമകളായിരുന്നു. അതിക്ക് മുമ്പ് സുരാജ് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹിറ്റ് പടങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് സിനിമകളിൽ പിന്നീട് അഭിനയിക്കുന്നത് കൂടുതലായിട്ട് ഈ രണ്ട് സിനിമകളിലാണ്. പിന്നെ ഒരുപാട് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കൂട്ടുകാരന്മാരെ പോലെ. സുരാജേട്ടന്റെ ആക്ഷൻ ഹീറോ ബിജുവിലാണ് വലിയൊരു മാറ്റം വന്നു സുരാജ്. അതെ അതെ അതെ. അപ്പൊ അതുപോലെ ബിജുചേട്ടന് ഒരു വലിയ മാറ്റം വന്നത് വാഴാറ്റൂലാണ്. അല്ല, സുരാജ് ആ സിനിമ ഞങ്ങൾ പാലക്കാട് ഒരു ഷൂട്ടിങ്ങിനാണ് ഞാൻ കണ്ടത് സിനിമ സുരാജിൻ്റെ. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു 10 മണിയായപ്പോൾ സുരാജിനെ വിളിച്ച്. എനിക്ക് അത്രയ്ക്കും അത് ഇഷ്ടമായതുകൊണ്ട് സുരാജിൻ്റെ ഒരു മാറ്റം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സുരാജ് അത് ഗംഭീരമാണ് കേട്ടോ, അത് ഭയങ്കര രസമാണ്. ഞാൻ തമാശയായിരിക്കും എന്ന് കരുതി, ഇല്ലെണ്ണ അത് ഭയങ്കര ഇതായി, എല്ലാവരും വിളിക്കണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ എൻ്റെ ഈ പടം കണ്ടപ്പോൾ ആദ്യം വിളിച്ച സെലിബ്രിറ്റി സുരാജാണ്. ഒരു ഫിലിം സെലിബ്രിറ്റി സുരാജ് തന്നെയാണ് ആദ്യം. ചെന്നൈയിലായിരുന്നു, അവിടെയും കണ്ട പടം കണ്ടാണ് ഞാൻ പടം കണ്ടെന്നും പറഞ്ഞ്. യൂത്ത് എന്ന് പറഞ്ഞ സിനിമ റിലീസായി, കണ്ടിരുന്നോ? യൂത്ത് കുറച്ച് സിനിമകൾ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് കുറച്ച് സിനിമകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഈ ആട് പിന്നെ വാഴ ഇതെല്ലാം ഒരു അടുത്തടുത്ത് വന്നതുകൊണ്ട് അതിൻ്റെ പ്രമോഷനും അതും കാരണങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു പ്രകമ്പനം കണ്ടതിന് ശേഷം കുറച്ച് സിനിമകൾ കൊണ്ട് കാണാനുണ്ട്. സംഭവം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സിനിമകൾ കാണുന്നുണ്ട്. യൂത്തൊന്നും കണ്ടിട്ടില്ല, ഞാൻ സുരാജിനോട് പറഞ്ഞു കണ്ടിട്ടില്ല എന്ന്. ആണ് നമ്മുടെ ആക്ഷൻ ഹീറോയിൽ മലയാളികളെ ഞെട്ടിച്ച പോലെ തമിഴ്നാട്ടിൽ ഞെട്ടിച്ചൊരു സിനിമ കേട്ടോ. അത്രത്തോളം അഭിനയം സുരാജേട്ടൻ്റെ. തീർച്ചയായിട്ടും പിന്നെ അത് കാണേണ്ട പടമാണ് അത്. സുരാജേട്ടൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുള്ളത്, കരയാതെ കരയും പുള്ളിക്കാരൻ. കണ്ണീര് വരത്തില്ല, പക്ഷെ കരയും, ആ ഫീല് നമുക്ക് കിട്ടും. അതെ അതെ അതെ. അല്ല, സുരാജ് അത് പ്രതിഫലിപ്പിച്ച ആളാണല്ലോ. നാഷണൽ അവാർഡായിട്ടും സംസ്ഥാന അവാർഡായിട്ടും ഒക്കെ അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണല്ലോ. നമുക്കും കിട്ടും നാഷണൽ അവാർഡ്. നാവ് പൊന്നാവട്ടെ, അന്ന് കിട്ടുമ്പോൾ എന്നെ വിളിക്കണേ. വിളിക്കല്ല, ഞാൻ കാനഡയിലേക്ക് വരും. ആ മൊമെന്റ് ആയിട്ട് ഞാൻ വരും. ടിനിറ്റോം ഒരിക്കലും ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ പോലെ എനിക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ്. മമ്മൂക്ക അല്ല, ടിനിറ്റോം അങ്ങനെ തന്നെയാണ്. കാരണം ചെറുപ്പത്തിൽ തുടങ്ങി എന്ത് പരിപാടിക്കും വിളിക്കുക, എന്ത് ചാനലിലായാലും എന്നെ ഉൾക്കൊള്ളിക്കാൻ എല്ലാത്തിനും നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ പോയിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാം മമ്മൂക്ക പോലെയൊക്കെ തന്നെയാണ് സുരാജിൻ്റെ നമ്മുടെ ടിനിറ്റോമിൻ്റെ ഇത് മിമിക്രി തൊട്ട് നമ്മുടെ സ്റ്റേജ് പരിപാടി തൊട്ടിട്ട് ഇത്തിരി ഗൾഫിൽ കൊണ്ടുപോവുക, വലിയ സ്റ്റേജുകളിൽ പരിപാടി ഇല്ലാത്തപ്പോൾ നീ പടാ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ. പിന്നെ ഈ ചാനലുകളിൽ ആദ്യം തുടങ്ങി അവസാനം 5 സ്റ്റാർ തട്ടുകട വരെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെയാണ്, മമ്മൂക്ക പോലെ തന്നെയാണ്. ഗിന്നസ് പക്രും ഈ പറഞ്ഞുകൊണ്ട് ടിനിഡ അത്ര അല്ലെങ്കിൽ പോലും ടിനിഡ കെയർ ഓഫിലാണ് പക്രുവിനെ പരിചയപ്പെട്ട ഒരു ഗൾഫ് ഷോക്ക്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ ഈ പറഞ്ഞൊരു സിനിമയിൽ നമുക്ക് എല്ലാവരും അറിയാലോ, ഇന്നസെൻ്റ് ഏട്ടനെ സ്നേഹിക്കാത്തവരും ഇല്ലല്ലോ. സിനിമയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്നേഹിക്കണേക്കാൾ കൂടുതലാണ് പുള്ളി നമ്മളെ സ്നേഹിച്ചാണത്. വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഒരു കോള് വിളിക്കും നമ്മുടെ റൂമിലേക്ക്, എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടും. അത് ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും, നമുക്ക് സംസാരിക്കാം. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പുള്ളിയോട് സംസാരിക്കും. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ തരാൻ പറയും. വൈഫിനോടും മക്കളോടൊക്കെ അച്ഛനോടും അമ്മനോടൊക്കെ സംസാരിക്കും. അങ്ങനെ ഭയങ്കരമാണ് പുള്ളി. 2020 നല്ല അടിപൊളി കോംബോ ഉണ്ടല്ലോ നിങ്ങളുമായിട്ട്. അതുപോലെ കൊച്ചിൻ ഹനീഫ്ക ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതൊക്കെ വലിയൊരു മനുഷ്യനായിട്ടില്ല. അപ്പോൾ നമ്മൾ പുള്ളിക്ക് പറഞ്ഞിട്ട് അതാണ്ടാ മിമിക്രി എന്ന് പറഞ്ഞാൽ പയ്യന്മാരടാ, ഞങ്ങൾ മിമിക്രിക്കാരാണെന്ന് പറയും. ഞങ്ങൾ അത് ഉള്ളി എത്രയോ വലിയ നമ്മളൊക്കെ തുടങ്ങണേക്കുമ്പോൾ മിമിക്രി കാണിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ നമ്മളെയും പെടുത്തിട്ട് ഞങ്ങളാടാന്നൊക്കെ തമാശക്ക് പറഞ്ഞാണ് പുള്ളി. അതൊക്കെ എനിക്ക് ഭയങ്കര സുരേഷ് ഗോപിനോട് പറഞ്ഞിട്ടുണ്ട്, എടാ മിമിക്രിക്കാർ നമുക്ക് മാറിയിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്കെ
അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവസാനമായിട്ട് സലീം ചേട്ടൻ. സലീംകുമാർ ഇതുപോലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ സലീംകുമാറിൻ്റെ വീട്ടിൽ പോയിരിക്കും. അപ്പോൾ സലീംകുമാറെന്ന് ഈ പറഞ്ഞിട്ട് വലിയ ട്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു എന്താണ് കണ്ട് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കലാകാരൻ, അത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഏറ്റവും വലിയൊരു കലാകാരൻ നമ്മുടെ അടുത്തല്ലേ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ കലാഭവൻ എന്ന് പറഞ്ഞ പരിപാടി, കലാഭവൻ്റെ ചെറിയ ടീമൊക്കെ ഉണ്ടല്ലോ വരുമ്പോൾ അവരറിയാതെ കളിക്കണ മാട്ട, അതിനകത്തൊക്കെ എന്നെ കൊണ്ടുപോകും ചെറുപ്പത്തിൽ. അന്ന് പൈസയും തരും, അതുപോലെ തന്നെ വലിയ ഹ്യൂമറാണ് നമ്മളെ കളിപ്പിക്കണത്. പയ്യനാണെങ്കിലും അവനെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ അതൊന്നുമല്ല. പക്ഷെ മെയിൻ ഐറ്റത്തിലെ മെയിൻ ആളായിട്ട് നമ്മുടെ ഐറ്റം, നമുക്ക് ഒരു ഐറ്റം ഉണ്ടാവില്ല, ആ ഐറ്റം കളിപ്പിക്കുക. അങ്ങനെ ഒരുപാട്. ഏറ്റവും അവസാനം ഇപ്പോൾ മിമിക്രി എന്ന് പറയുന്ന മിമിക്സ് പരേഡ് ഏറ്റവും അവസാനത്തെ ട്രൂപ്പ് സലീംകുമാറിൻ്റെ ട്രൂപ്പായിരുന്നു. സലീംകുമാർ ട്രൂപ്പ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ച്, എടാ നമുക്ക് അടുത്ത വർഷം ട്രൂപ്പ് ഇട്ടാലും നീ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല, അടുത്തതിൻ്റെ പിന്നത്തെ വർഷം തൊട്ട് ഞാൻ വന്നാക്കാം. കാരണം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവില്ല വേറെ ടീമിൽ. അതുപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ വർഷം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. തീരുന്നവരും ഒരു മിമിക്രിയുടെ കാലഘട്ടം തീരുന്നതോടുകൂടി തന്നെ ഇങ്ങോട്ട് വരാൻ സാധിച്ചത് നമുക്ക് വിളിക്കുകയും അങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മിമിക്രി ഇങ്ങനെ ചെറുതായിട്ട് അവസാനിച്ച് അമ്പലപ്പറമ്പുകളിൽ നിന്ന് പള്ളിപ്പറമ്പുകളിൽ നിന്നൊക്കെ മാറി ചാനലിലോട്ടാണ് സമയത്ത് നമ്മൾ ഈ ചാനലിലേക്ക് ടിനി വിളിച്ച് ചാനലിലേക്ക്. പിന്നെ ആ 2-3 പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ മമ്മൂക്ക വിളിച്ച്. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് ഇതുപോലെ പോട്ടെ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇൻ്റർവ്യൂ. തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം. അപ്പോൾ സിനിമ കാണാത്തവർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. ആ ചുരുക്കം പേരുണ്ടെങ്കിലും ആ സിനിമ കാണണം. കാരണം എന്താ പറയണത്, നമുക്ക് കാണേണ്ട സിനിമയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.